അപ്പോൾ ഉപദേഷ്ടാവ് എന്ന നിലയിൽ ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഇങ്ങനെ എഴുതണം: അപ്പോസ്തലൻ, സുവിശേഷകൻ, പ്രവാചകൻ. അപ്പോസ്തലൻ, പ്രവാചകൻ, സുവിശേഷകൻ, ഇടയൻ, പിന്നെ ഉപദേഷ്ടാവ്. അതാണ് അതിൻ്റെ ഓർഡർ. ഒന്നാമതാരാ? മാരേജിനോട് ചേർന്ന് എഴുതണം അപ്പോസ്തലൻ. അതിൻ്റെ നേരെ എഴുതണം സ്ഥാപകൻ. സ്ഥാപന ശുശ്രൂഷയാണ് അദ്ദേഹത്തിന്. ദൈവസഭയുടെ സംസ്ഥാപനമാണ്. അതാതിടങ്ങളിൽ സഭകൾ എന്ത് ചെയ്യണം? സ്ഥാപിക്കുക എന്നുള്ളതാണ്. ദൈവം നൽകുന്ന വിശേഷമായിരിക്കുന്ന കൃപകളോടെ, വരങ്ങളോടെ പോകുക, അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവർത്തികളും ചെയ്യുക. അതിൻ്റെ ഫലമായിട്ട് അവിടെ എന്തോ ഉണ്ടാകും? ഒരു സഭ സ്ഥാപനമാകും. അതാണ് അപ്പോസ്തലന്റെ ശുശ്രൂഷ. എന്തോ ആണ്? സ്ഥാപനമാണ്. അടുത്തത് പ്രവാചകനാണ്. ഈ സ്ഥാപിച്ച ശുശ്രൂഷയെ സംശുദ്ധമാക്കുക. അതാണ് പ്രവാചകൻ ചെയ്യുന്നത്. ശുദ്ധീകരിക്കുക എന്നുള്ളത്, സംശുദ്ധമാക്കുക. അതിനകത്ത് ദൈവാലോചന ക്രാന്തദർശനം പ്രാപിച്ചുകൊണ്ട് ശക്തമായി ആ മനുഷ്യൻ നീ തന്നെ എന്നൊക്കെ നാഥാൻ പറയുന്നത് പോലെ വെറുതെ മകനെ മകളെ ദാസാദാസി എന്ന് വിളിച്ചിട്ട് വെറുതെ ഊരു ചുറ്റുകയല്ല. പകരം സഭയ്ക്കകത്ത് എന്തോ നടക്കണം? ശുദ്ധീകരണം. ഒരു പ്രവാചകൻ വന്ന് പ്രവചിച്ചിട്ട് സഭ ശിഥിലമായി പോകരുത്. അസംഘടിതരായി അവർ സംഘടിക്കണം. കണ്ടില്ലേ? വല്ലാത്ത വിങ്ങല്, നൊമ്പരം ഒക്കെയായിട്ട് കഴിയുന്നവർക്ക് ആശ്വാസത്തിൻ്റെ ആലോചനകൾ പറഞ്ഞു കൊടുത്ത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് ജനത്തിനിടയിൽ പ്രഘോഷിക്കണം. അതാണ് ആര്? പ്രവാചകൻ. ഓക്കെ. മൂന്നാമത്തെ പുള്ളി ആരെന്നറിയാമോ? സുവിശേഷകൻ. സുവിശേഷകൻ എന്തോ ചെയ്യേണ്ടതെന്നറിയാമോ? സമ്പാദിക്കണം. സമ്പാദിക്കണം. റിയാലും ദർഹവും ദറംസും ഡോളറും റുപ്പീസും ഒന്നുമല്ല. പിന്നെ ആരെ സമ്പാദിക്കണം? ആത്മാക്കളെ സമ്പാദിക്കണം. അതിനാണ് ഞാൻ മുമ്പേ പറഞ്ഞ കാടളക്കണം. മനസ്സിലായോ? ഇടവഴികളിലൂടെ, പെരുവഴികളിലൂടെ പോകണം. പട്ടണ പ്രാന്തങ്ങളിലൂടെ നടക്കണം. തെരുവോരങ്ങളിലൂടെ പോകണം. ആദിവാസിയോ അവസാനവാസിയോ ഒന്നും ചിന്തിക്കരുത്. കറുത്തവനോ വെളുത്തവനോ, അമേരിക്കക്കാരനോ ആഫ്രിക്കക്കാരനോ ഇന്ത്യക്കാരനോ ഇന്തോനേഷ്യക്കാരനോ വലിയ വിദ്യാസമ്പന്നനോ വിദ്യാവിഹീനനോ അതൊന്നും ചിന്തിക്കരുത്. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക. അതിനുവേണ്ടി ആത്മാക്കളെ എന്തോ ചെയ്യണം? സമ്പാദിക്കണം. അപ്പോൾ 3 പേരായി. നാലാമത്തെ പുള്ളി എഴുതിക്കോ: ഇടയൻ. ഇടയൻ എന്ന് പറഞ്ഞാൽ പാസ്റ്ററാണ്. പാസ്റ്റർ സംരക്ഷണമാണ്. സംരക്ഷണം കൊണ്ടുവന്നതിനെ മുഴുവനും എന്തോ ചെയ്യണം? ഒന്നും നഷ്ടപ്പെട്ടു പോകരുത്. ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ സംരക്ഷിച്ചോണം. അതാണ് ഇടയൻ ചെയ്യുന്നത്. സംരക്ഷണമാണ്. ആരും നഷ്ടപ്പെടരുത്. എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് കരയണം. കണ്ടില്ലേ? കോടികൾ നഷ്ടപ്പെട്ടു പോയവരുണ്ട്. കണ്ടില്ലേ? ജീവിക്കുമെന്ന് നിർവാഹമില്ലാത്തവരുണ്ട്. മനസ്സവാച കർമ്മണ അറിയാതെയുള്ള ദോഷങ്ങൾ ആരോപിക്കപ്പെട്ട് ജയിലടയ്ക്കപ്പെടുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ മധ്യസ്ഥത ചെയ്യുവാൻ ഒരു ഇടയനകത്തുണ്ടാകണം. അദ്ദേഹത്തിൻ്റെ കയ്യിലാകണം ഈ ജനത മുഴുവനും. മനസ്സിലായി? അപ്പം ഇടയൻ എന്തോ ചെയ്യണമെന്ന് പറഞ്ഞേ? സംരക്ഷിക്കണം. ഉപദേഷ്ടാവാണ് അടുത്തത്. 5ാമത്തെ ആള് എന്തോ ചെയ്യണമെന്നറിയാമോ? ഉപദേഷ്ടാവ് സ്ഥിരീകരണം വരുത്തണം. സ്ഥിരീകരണം എന്ന് പറഞ്ഞാൽ ഉപദേശത്തിൽ ജനത്തെ എന്തോ ചെയ്യണം? സ്ഥിരീകരണം. അതാണ് ബിജു പാസ്റ്റർ പറഞ്ഞത്. എല്ലാവരെയും കൂടി ചേർത്തിണക്കിക്കൊണ്ടാണ് ഇതിൻ്റെ പ്രോഗ്രാം ക്രമീകരിച്ചിട്ടുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ ബുദ്ധി സാമർഥ്യമാണെന്ന് പറയാൻ പറ്റില്ല. ദൈവം കൊടുത്ത വിശേഷ പരിജ്ഞാനമാണ് സഭയെ നയിക്കേണ്ടതിന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഓരോരുത്തരും ഇതിനകത്ത് വരുമ്പോൾ ആ പാസ്റ്റർമാരുടെ പ്രസംഗത്തെ നിങ്ങൾ താരതമ്യം ചെയ്യരുത്. അത് നമുക്ക് ആവശ്യമായതുകൊണ്ടാണ് ആ ടേസ്റ്റിൽ ദൈവം നമുക്ക് തരുന്നത്. ഉപദേഷ്ടാക്കന്മാരുണ്ടാകണം. വചനത്തെ ദൈവമാരാ, ക്രിസ്തുവാരാ, പരിശുദ്ധാത്മാവ് എന്താണ്, സ്വർഗം, നരകം, നിത്യത, മരണം, മരണാനന്തരം, വിശുദ്ധ ജീവിതം, ഏകീകരണം, മഹത്വീകരണം, വിശുദ്ധീകരണം അടക്കമുള്ള, നീതീകരണം അടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ച് വ്യക്തമായി പഠിപ്പിക്കണം. എന്തെങ്കിലുമൊക്കെ ഉപരിതല പരിചയം മാത്രം പോരാ. വചനത്തിൻ്റെ ആഴങ്ങളിൽ ഇറങ്ങിയിട്ട് അതിൻ്റെ വിശേഷ ചിന്തകളെ ജനത്തിന് കൊടുത്ത് അവരെ ഉപദേശത്തിൽ എന്തോ ചെയ്യണം? സ്ഥിരീകരിക്കണം, ഉറപ്പിക്കണം. അതാണ് ഉപദേഷ്ടാവ് ചെയ്യുന്നത്. ആ നിലയിൽ ഫോർട്ട് കൊച്ചി ചർച്ച് വിശ്വവിഖ്യാതമായി മാറട്ടെ. ആത്മീക ശുശ്രൂഷ രംഗങ്ങളിൽ മാത്രമല്ല, സഭ പ്രതീക്ഷിക്കുന്ന ഇന്ത്യയുടെ ഉണർവിൻ്റെ ഒരു തുടക്കം ഇവിടെ നിന്നാകട്ടെ. ഇതിനകത്തു നിന്നൊരു തുടക്കമുണ്ടാകട്ടെ. അതാഗ്രഹിക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു വലിയ ആത്മീക നേട്ടമുള്ളവരായി മാറേണ്ടതിന്, ലോക ഉണർവിന്, ലോക സുവിശേഷീകരണത്തിന്, ലോക സമാധാനത്തിന് വേണ്ടി യത്നിക്കുന്ന ഒരു പറ്റം ജീവിക്കുന്ന ദൈവമക്കളുടെ കൂട്ടമായി. ഓ ഹല്ലേലൂയ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് സമഞ്ജസമായി സമ്മേളിക്കപ്പെടണം. സമഞ്ജസമായി സമ്മേളനം. ഈ 5 വിധ ശുശ്രൂഷകളും സഭയ്ക്ക് വേണ്ടുന്നതാണ്. അതങ്ങനെ തന്നെ ക്രമീകരിക്കപ്പെടുമ്പോൾ സഭ അങ്ങ് വളരും. സഭയെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ശരീരം. അറിയാമോ? സഭ എന്തോ? ക്രിസ്തുവിൻ്റെ ശരീരം. അപ്പോൾ ഇതിൻ്റെ തലയാരാ? ക്രിസ്തു തന്നെ. ആ തലയോട് നമ്മൾ അങ്ങനെ യുക്തമായി ഏകീഭവിക്കണം. യുക്തമായി ഏകീഭവിക്കണം. ഈ സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണെന്നുള്ള വെളിപ്പാട് പൗലോസിനെ കിട്ടുന്നത് അറിയാമോ? പൗലോസിനെ കിട്ടുന്നേ. ബിജു പാസ്റ്റർ പറഞ്ഞതിൻ്റെ ബാക്കി ഞാൻ പറയുകയാണ്. ഓക്കെ, ഇതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിച്ചാണ്. സ്വതന്ത്രം. അപ്പം അതിൻ്റെ ബാക്കിയും കൂടെ കേൾക്ക്.
സഭ ക്രിസ്തുവിന്റെ ശരീരമാണെന്നുള്ള വെളിപ്പാട് ആർക്കാ കിട്ടുന്നത്? പൗലോസിനെ കിട്ടുന്നേ. എപ്പോഴാണ് കിട്ടിയെന്നറിയാമോ? തല്ലി താഴെ കളഞ്ഞു ദമസ്കോസിന്റെ പ്രവേശന കവാടത്തിൽ, ആടിച്ച് താഴെ ഇട്ടു. ഞാനാണ് കേമനെന്നും പറഞ്ഞ് ഇങ്ങനെ നെഞ്ചുവിരിച്ച് അധികാരികൾ എഴുതിക്കൊടുത്ത് ഒപ്പിട്ട് കൊടുത്ത പത്രവും വാങ്ങിച്ച് കീശയിലിട്ടുകൊണ്ട് ക്രിസ്ത്യാനികളെ വകവരുത്താൻ ഇറങ്ങി പുറപ്പെട്ട പടപ്പുറപ്പാട്. അതിനേക്കാൾ വലിയ പടനായകൻ ആടിച്ച് താഴെ കളഞ്ഞു. നിലത്ത് വീണ് കിടന്നുകൊണ്ട് ഒരു ചോദ്യം, നീ ആരാകുന്നു കർത്താവേ? ധാർഷ്ട്യത്തിന്റെ ചോദ്യമാണ്. കർത്താവേ എന്ന് ചോദിച്ചത് കർത്താവാണെന്നുള്ളത് അറിഞ്ഞുകൊണ്ടല്ല. അധികാരികളുടെ അധികാരപത്രം എൻ്റെ കയ്യിൽ ഇരിക്കുമ്പോൾ എൻ്റെ മീതെ കർത്തൃത്വം ചെയ്യാൻ കഴിയുന്നവൻ നീ ആരാ? ധാർഷ്ട്യത്തിൻ്റെ, ധിക്കാരത്തിൻ്റെ, താൻപോരിമയുടെ, ആഹന്തയുടെ, അഹങ്കാരത്തിൻ്റെ ചോദ്യമാണത്. ശാന്തം. അപ്പം തന്നെ ഗംഭീരമായ മറുപടി മോളിൽ നിന്നുണ്ടാകുന്നു. നീ ഉപദ്രവിക്കുന്ന അതിനകത്തൊരു വലിയ വെളിപ്പാടുണ്ട്. നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു. ശൗൽ ഒരിക്കലും യേശുവിനെ ഉപദ്രവിച്ചിട്ടില്ല. ഉണ്ടോ? സ്തെഫാനോസിനെ കല്ലെറിയാൻ സമ്മതം മൂളി വേറെ കുറേ വിശുദ്ധന്മാരെ നിഗ്രഹിച്ചിട്ടുണ്ട്. സ്ത്രീകളെയും പുരുഷന്മാരെ പിടിച്ചടിച്ച് തടവിലേൽപ്പിച്ചിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയിട്ടുണ്ട്. പക്ഷേ യേശുവിനെ എന്തോ ചെയ്തിട്ടില്ല, ഉപദ്രവിച്ചിട്ടില്ല. പക്ഷേ യേശു പറയുന്നത് എന്തുവാണ്? നീ ഉപദ്രവിക്കുന്ന യേശുവാണ്. എന്തോ മനസ്സിലായി നിങ്ങൾക്ക് അതിനകത്തൂടെ? സ്തെഫാനോസിനെ ഉപദ്രവിക്കുമ്പോൾ, കല്ലെറിയാൻ കൽപ്പന കൊടുക്കുമ്പോൾ, മറ്റ് വിശുദ്ധന്മാരെ നിഗ്രഹിക്കുമ്പോൾ അത് ആ വേദന ആർക്കാ ഉണ്ടായത്? യേശുവിനാണ്. എന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധന്മാരെല്ലാം കൂടെ കൂടുന്ന ശരീരമാണ് യേശുവിൻ്റെ ശരീരം. ആ ശരീരം നോവുന്നത് ക്രിസ്തുവിന് നോവുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പ്രതികരിക്കുന്നത്. മനസ്സിലായില്ലേ? ആ വെളിപ്പാടാണ് എഫെസ്യ ലേഖനം 1:23 പൗലോസ് പകർത്തി വെച്ചിട്ടുള്ളത്. എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായി അവൻ്റെ ശരീരമായ സഭയ്ക്ക് അവനെ താലയാക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ വരുമ്പോൾ നമ്മളെല്ലാവരും കൂടി ചേരുന്നതാണ് ദൈവസഭ എന്ന് പറയുന്നത്. വിവിധമായിരിക്കുന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി നമ്മൾ എന്ന അവയവ വ്യവസ്ഥിതികളെ ദൈവം സമന്വയിപ്പിച്ചിരിക്കുന്നു. ഓരോരുത്തരുടെയും ഉദ്ദേശം അതിനകത്ത് എന്താണെന്ന് വ്യക്തമായി തിരിച്ചറിയണം. ഞാൻ പ്രസംഗിക്കുന്നില്ല എങ്കിലും ദൈവദാസന്മാർക്ക് ഒരു പ്രസംഗം ഉണ്ടാക്കാൻ ഒരു വഴിമരുന്ന് ഇടാം. എഫെസ്യ ലേഖനം 1:18 വാക്യം, വിളിയുടെ ആശ ഇന്നതെന്ന് എന്ത് ചെയ്യണം? ദൈവസഭയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്നതിൻ്റെ വിളിയുടെ ആശ, ദ പേർപ്പസ് ഓഫ് അവർ കോളിംഗ് എന്താണെന്ന് നമ്മൾ അറിയണം. 1:18 വാക്യം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആശ ഇന്നതെന്നറിയണം. മതി, വിളിയുടെ ആശ അറിയണം. ഒന്ന്, ഈ 9ാമത് രാത്രി യോഗത്തിൽ ഒരു വിശേഷ ചിന്ത പറയുകയാണ്. അവൻ്റെ വിളിയുടെ ആശ ഇന്നതെന്നറിയണം. അവൻ്റെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന പിതാവാം ദൈവത്തിൻ്റെ കാര്യമായി പറയുക. മലയാളത്തിലേക്ക് ലിപിയന്തരണം ചെയ്തപ്പോൾ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഒക്കെ നമ്മൾ കയറി എന്തോ വിളിക്കുക? അവനെന്നോ ഇവനെന്നോ അവൻ്റെ എന്നൊക്കെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അത് കയറി എന്തോ ചെയ്യാണ്? അങ്ങ് പറയുകയാണ്. ദീ, ദൈ, ദൗ എന്ന് പറയുന്ന പഴയ ഇംഗ്ലീഷ് ബൈബിളിലെ പ്രയോഗം ആദരവിൻ്റെ പ്രയോഗമാണ്. അതെല്ലാം മാറ്റി മലയാളത്തിലേക്ക് പിതാവിനെയാണ് അവൻ്റെ വിളി എന്ന് പറയുന്നത്. മനസ്സിലായോ? അവൻ്റെ ശക്തിയുടെ വല്ലഭത്വം അത് പരിശുദ്ധാത്മാവിൻ്റേതാണ്. അവൻ്റെ മഹിമാധനം അത് ക്രിസ്തുവിൻ്റേതാണ്. അപ്പോൾ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും എല്ലാം മലയാളി എന്തോ വിളിക്കുന്നുണ്ട്? അവനെന്നും ഇവനെന്നും ഒക്കെ വിളിക്കുന്നുണ്ട്. അത് നമ്മുടെ ഭാഷയ്ക്കകത്ത് വരുത്തിയ ഒരു വലിയ പോരായ്മയാണ്. ഇനിയിപ്പോൾ അത് പരിഹരിക്കാൻ വലിയ പ്രയാസമാണ്. നമ്മൾ പ്രാർത്ഥിച്ച് അങ്ങനെ അങ്ങ് ശീലിച്ചു പോയി. കുഞ്ഞുമക്കൾ ഒത്തിരി പേര് വന്നിട്ടുണ്ടല്ലോ. മക്കളുമാരെല്ലാം ശ്രദ്ധിക്കണം. കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ സന്നിധിയിൽ അവിടുത്തെ കൃപയ്ക്കായി, അവിടുത്തെ കരുണയ്ക്കായി അങ്ങയോട് യാചിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നൊരു ശീലം വളർത്തിയെടുക്കണം. കുഞ്ഞുങ്ങളെ അങ്ങനെ ഡെവലപ്പ് ചെയ്യണം. സൺഡേ സ്കൂൾ അധ്യാപകരൊക്കെ. മനസ്സിലാകുന്നുണ്ടോ? നമ്മളങ്ങനെ അവരെ ഡെവലപ്പ് ചെയ്യുമ്പോഴും നമ്മൾ വെടിപൊട്ടുന്ന പോലെ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കൃപ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, നിൻ്റെ ദാസനെ നീ തന്നെ ഉപയോഗിക്കണേ എന്നൊക്കെ പറയുമ്പോൾ അത് പിള്ളേർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ എന്തോ ചെയ്യത്തില്ല, പൊരുത്തപ്പെടത്തില്ല. അപ്പം മൊത്തത്തിൽ ഒരു മാറ്റം വരണം. അങ്ങയുടെ സന്നിധി എന്നൊക്കെ പറയാൻ പറ്റും. മനസ്സിലായല്ലോ? ഓക്കെ, അങ്ങോട്ട് പോകുന്നില്ല, നമുക്ക് ഇങ്ങോട്ട് വരാം. വിളിയുടെ ആശ, ദൈവത്തിൻ്റെ വിളിയുടെ ആശ. ഞാൻ ദൈവദാസന്മാർ ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം. വിളിയുടെ ആശ എന്താണെന്നറിയണം. 4:1 നോക്കിക്കേ. വിളിക്ക് യോഗ്യമാകും വണ്ണം ജീവിക്കണം. എഫെസ്യർ 4:1. ഇത് രണ്ടും കൂടെ സമന്വയിപ്പിക്കണം. ഒന്നാമത് എന്തോ അറിയണം? വിളിയുടെ ആശ. രണ്ടാമത് എന്തോ അറിയണം? വിളിക്ക് യോഗ്യമാകുന്നത് എങ്ങനെയാണെന്നറിയണം. വിളിയുടെ ആശ അറിഞ്ഞിട്ട് മാത്രം കാര്യമില്ല. ആ വിളിക്ക് യോഗ്യമാകും വണ്ണം എൻ്റെ ജീവിതം എങ്ങനെ ക്രമീകരിക്കണം, അതിനുവേണ്ടിയാണ് ഈ ഉപവാസത്തിൽ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. മനസ്സിലായോ? ഞാൻ വിളിക്കപ്പെട്ട വ്യക്തിയാണ്. വിളിക്കപ്പെട്ട വ്യക്തി അതിന് യോഗ്യമായി പാസ്റ്റേഴ്സ് ആ മെസ്സേജ് ക്രമീകരിക്കണം. സമയമുണ്ടെങ്കിൽ ഉപവാസം തീരുന്നതിന് മുമ്പേ അതിവിടെ പ്രസംഗിച്ച് കേൾപ്പിക്കണം. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ആ കുറിപ്പ് തന്നു എന്ന് മാത്രമേ ഉള്ളൂ, എഫെസ്യ ലേഖനം സ്പർശിച്ചതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. ആ വിളിക്ക് യോഗ്യമാകുമെന്ന് നമ്മൾ എന്ത് ചെയ്യണം?
പ്രവർത്തിക്കുകയും ചെയ്യണം. അത് ഏറ്റവും പ്രധാനമായ ഒരു കാര്യമാണ്. ഓക്കെ, അതങ്ങനെ നമ്മൾ അങ്ങ് വിടുകയാണ്. നമ്മൾ പഠിച്ചു വന്ന വിഷയത്തിൻ്റെ ബാക്കിയുള്ള ചിന്തകളിലേക്ക് പ്രവേശിക്കാം. പ്രൈസ് ദി ലോർഡ്. ഓൺലൈനിൽ നിരവധി പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും വിശേഷ വന്ദനം അറിയിക്കുന്നു. വന്നു ചേർന്ന പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവരെയും വിശേഷാൽ ആദരവ് അറിയിക്കുന്നു. വിശേഷിച്ച് ഈ രാത്രിയിൽ കുഞ്ഞുങ്ങൾ ഒത്തിരി പേരുണ്ടല്ലോ, നിങ്ങളെല്ലാവരെയും വിശേഷാൽ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. നിങ്ങളുടെ ആത്മീക ജീവിതത്തിൻ്റെ വഴിത്താര ക്രിസ്തുവിൽ അനുഗ്രഹമായി തീരേണ്ടതിനും വചനത്തിൽ സ്ഥിരപ്പെടേണ്ടതിനും വചനത്തിൽ നിന്ന് മാറാതെ നിൽക്കേണ്ടതിനൊക്കെ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ എന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് 3 കാലങ്ങളാണ്, അറിയാമോ? 1 പഠനകാലം, 2 ഉപരിപഠനകാലം, 3 ഉപജീവനത്തിൻ്റെ വഴി തേടിയുള്ള കാലം. 3 കാലങ്ങൾ. പഠനകാലം പപ്പയുടെ മമ്മിയുടെയൊക്കെ കൂടെ ആയിരിക്കും. ഫോർട്ട് കൊച്ചിയിലോ എറണാകുളത്ത് അവിടെ ഇവിടെയൊക്കെ ആയിരിക്കാം നിങ്ങളുടെ പഠനകാലം. ഓക്കെ, ഉപരിപഠനകാലം പപ്പയും മമ്മിയൊന്നും കൂടെ കാണത്തില്ല, കൂട്ടുകാരുടെ കൂടെ അങ്ങ് ബാംഗ്ലൂരോ മാംഗ്ലൂരോ പൂനെയിലോ താനെയിലോ മുംബൈയിലോ കൊൽക്കത്തയിലോ ദില്ലിയിലോ വിശാഖപട്ടണത്തോ വിജയവാഡയിലോ അതല്ലെങ്കിൽ ഇന്ത്യയുടെ വ്യോമാതിർത്തി കടന്ന് മറ്റെവിടെയെങ്കിലുമൊക്കെ ആയിരിക്കാം ഉപരിപഠനകാലം. ഉപജീവനകാലവും അതേപോലെ തന്നെയാണ്. അപ്പോൾ ഈ 3 കാലഘട്ടങ്ങളിലും കർത്താവിൻ്റെ സഹിത്വം വിട്ടുമാറാതെ ആ കൃപയിൽ തന്നെ നിൽക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്കാകണം. തലമുറ അന്യാധീനപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടെ വന്നപ്പോഴും തലമുറയോടുള്ള വാഗ്ദത്തങ്ങളെക്കുറിച്ച് മാതാപിതാക്കൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് വല്ലോ ഓർക്കുന്നുണ്ടോ? അങ്ങനെ ഒരു മെസ്സേജ് തന്നിരുന്നു. ആ പഴയ കഴിഞ്ഞ വർഷമായിരുന്നു, അതിൻ്റെ മുമ്പിലത്തെ വർഷം. പ്രസവിച്ചത് ആപത്തിനായിട്ടല്ല. വിശ്വാസികൾ മറന്നുപോയാലും നിങ്ങളുടെ പാസ്റ്റർക്ക് മറക്കാൻ പറ്റത്തില്ല. സ്തോത്രം. നിങ്ങൾ പ്രസവിച്ചത് എല്ലാ മമ്മിമാരോടും ഒന്ന് ഞാൻ പറഞ്ഞതാണ്, ആകുലത വേണ്ട, വ്യാകുലത വേണ്ട. നിങ്ങൾ പ്രസവിച്ചത് ആപത്തിനല്ല. അങ്ങനെ ഒത്തിരി വാഗ്ദത്തങ്ങളെ നൽകി തന്നിട്ടുണ്ട്. അതെല്ലാം ഏറ്റെടുത്ത തലമുറകൾക്ക് ണം. അന്ന് ഞാൻ പറഞ്ഞു എന്നറിയില്ല, 80-ലധികം 90-ലധികം വർഷങ്ങൾ പ്രവാചകനായി, പുരോഹിതനായി, ന്യായാധിപനായി ശോഭിച്ച ശമൂവേൽ എന്ന് പറയുന്ന ഒരു ദൈവദാസനുണ്ട്. പ്രവാചകനായിരുന്നു, ന്യായാധിപനായിരുന്നു, പുരോഹിതനായിരുന്നു. പക്ഷേ ഇടവക മുഴുവനും അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി പറയുന്നു, സർ, നിങ്ങൾ മാന്യനാണ്, നിങ്ങൾ ഉത്തമ പ്രവാചകനാണ്, നിങ്ങൾ ധർമ്മിഷ്ഠനായ പുരോഹിതനാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ വഴിയിലല്ല. നിന്റെ മക്കൾ പ്രാർത്ഥിക്കുന്ന അമ്മയുടെ, പ്രാർത്ഥിക്കുന്ന അപ്പൻ്റെ, ശുശ്രൂഷക്കാരൻ്റെ മകൻ, ശുശ്രൂഷക്കാരിയുടെ മകൾ അവരുടെ വഴിയിൽ അല്ലാതെയാകുന്നത് പോലെ ഗതികേട് വേറെ വല്ലതും ഉണ്ടോ? അതുകൊണ്ട് ഓർത്തോണം, തലമുറയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളി, അവർക്ക് വേണ്ടി കരഞ്ഞോണം. പ്രൈസ് ദി ലോർഡ്. അത് ഏറ്റവും പ്രധാനമായൊരു കാര്യമാണ്. നമുക്ക് വരാം, തികഞ്ഞവരാകുക, ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരാകുക. കൊലോസ്യ ലേഖനം 4:12 പകലില്ലാതിരുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പറയുകയാണ്. പഠിച്ചു തുടങ്ങിയ വേദഭാഗം കൊലോസ്യർ 4:12 വാക്യമാണ്. സ്തോത്രം. ആ വാക്യത്തിൻ്റെ ആ 2 ഭാഗങ്ങളെ നമ്മൾ ചിന്തിക്കുന്നു, വിശദീകരിക്കുന്നു. അനുവദിച്ച സമയപരിധിക്കകത്ത് അതിനെ എങ്ങനെ തീർക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ദൈവത്തിൻ്റെ ആത്മാവ് കാര്യങ്ങൾ യോജിതം ഭംഗിയായി നിർവഹിക്കേണ്ടതിന് പ്രാർത്ഥനയോടെ ആയിരിക്കും. നമുക്ക് വേണ്ടതൊക്കെ കർത്താവ് തരും. സ്തോത്രം. വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ നമുക്ക് ഈ രാത്രി വേണ്ടതെല്ലാം കർത്താവ് എന്ത് ചെയ്യും? നൽകി തരും. പ്രൈസ് ദി ലോർഡ്. അതിന് പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഓക്കെ, ആ തികഞ്ഞവർ എന്നുള്ളത് രണ്ടാമത് ചിന്തിക്കുന്നു. ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരാകുക എന്നുള്ളത് ആദ്യം ചിന്തിക്കുന്നു. ഓക്കെ, സന്തോഷമാണോ? വാക്യത്തിനകത്ത് തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരും, അതിൽ ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരാകുക. എല്ലാവരും അറിയണം. വിശേഷിച്ച് ശുശ്രൂഷക മേഖലകളിൽ ശോഭിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരും അറിയണം, ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരാകണം. പകരം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടമാക്കുകയല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് നമ്മൾ വരികയാണ് വേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? എത്ര പേര് സമ്മതിക്കുന്നുണ്ടത്? ദൈവത്തിൻ്റെ ഇഷ്ടം ഇന്നതാണെന്ന് നമ്മൾ എന്തോ ചെയ്യണം? അന്വേഷിക്കണം. ആ അന്വേഷണത്തിൻ്റെ ദിനങ്ങളാണ് ഈ പ്രാർത്ഥനാ ദിനങ്ങൾ. വളരെ താല്പര്യത്തോടെ ചോദിക്കണം, കർത്താവ്, എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ ഇഷ്ടം എന്താണ് എന്ന് ചോദിച്ചിട്ട് ആ ഇഷ്ടത്തിനനുസരിച്ച് എന്തോ ചെയ്യണം? മുമ്പോട്ട് പോകണം. 143 സങ്കീർത്തനം 10 വാക്യത്തിൽ പറയുന്നു, അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. 143:10 എല്ലാ രാത്രികളിലും എല്ലാ പ്രഭാതങ്ങളിലും പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ജീവിതത്തിലെ ഉറക്കത്തിലേക്ക് പോകാനും ഉണർവിലേക്ക് ഇറങ്ങാനും. കണ്ടോ, പറഞ്ഞ വാചകം മനസ്സിലായോ? ഉറക്കത്തിലേക്ക് പോകാനും ഉണർവിലേക്ക് ഇറങ്ങാനും നമുക്ക് വേണ്ടുന്ന പ്രചോദനത്തിൻ്റെ പ്രാർത്ഥനാ മന്ത്രണമാണ് ഏതാ? 143
10ാമത് വാക്യം, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. അത് പഠിച്ചേ പറ്റുള്ളൂ ദൈവ ഇഷ്ടം ചെയ്യാൻ. അതിൻ്റെ അപ്പോസ്തോലിക ഭാഷ്യമാണ്. ഇനി പറയാം, ദൈവഹിതം ഇന്നതെന്ന് എന്തോ ചെയ്യണം? തിരിച്ചറിയണം. ആ തിരിച്ചറിവിന് നമുക്ക് വേണ്ടുന്നത് എന്താണ് എന്ന് ഉപദേശാധിഷ്ഠിതമായി പറയുന്നു. ശ്രദ്ധിച്ചോണം. റോമാലേഖനം 12:2 വാക്യം. റോമർ 12:2 വാക്യത്തിൽ പറയുന്നു, ഡു നോട്ട് ഫോളോ ദ പാറ്റേൺ ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിന് എന്തോ ചെയ്യരുത്? അനുരൂപമാകരുത്. നിങ്ങളുടെ 2 വാക്യം മാത്രം മതി. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് എന്ത് ചെയ്യണം? തിരിച്ചറിയേണ്ടതിന് എന്തോ ചെയ്യണം? 2 പ്രധാന ദൂതുകൾ അവിടെ നിന്ന് ശ്രദ്ധിക്കണം. ആ വാക്യത്തിൽ നിന്ന് 2 ദൂതുകൾ. ഞാൻ അല്പം വേഗത്തിൽ പോകുന്നത് വിഷയത്തിന്റെ ദൈർഘ്യം കൊണ്ടാണെന്ന് അറിഞ്ഞോണം. ഓക്കെ, 2 കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് യൂത്ത്സ് എല്ലാം ശ്രദ്ധിക്കണം, കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ചോണം. ഒന്ന്, ഈ ലോകത്തിന് എന്തോ ചെയ്യരുത്? അനുരൂപരാകരുത്. 2, നമ്മുടെ മനസ്സെന്തോ ചെയ്തോണം? പുതുക്കി രൂപാന്തരപ്പെട്ടോണം. ഓരോ സെഷൻ കഴിയുമ്പോഴും നമ്മുടെ മനസ്സിന് പുതുക്കമുണ്ടാകണം, രൂപാന്തരം ഉണ്ടാകണം, ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണം. കണ്ടോ, ഈ ലോകത്തിന് നമ്മൾ അനുരൂപമാകരുത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചിന്ത. ലോകമെന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? വാട്ട് ഇസ് ദ മീനിങ്? വേൾഡ്. ലോകമെന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഒരു കാര്യം എനിക്ക് മനസ്സിലായി. രാവിലെ മുതൽ ഒരു ചോദ്യമൊക്കെ ചോദിച്ചാൽ മതി, നിങ്ങൾ മിണ്ടാതിരുന്നോളൂ. അല്ലാത്തപ്പോൾ ആരാധനയുടെ ശബ്ദഘോഷങ്ങളാണ്. കാര്യമായൊരു ചോദ്യം ചോദിച്ചാൽ പിന്നെന്തോ ഇല്ല, മിണ്ടട്ടമേ ഇല്ല. ലോകമെന്ന വാക്കിന് 3 അർത്ഥമുണ്ട് വേദപുസ്തകത്തിൽ. കുറിച്ചോണം. വേൾഡ്, WORLD, വേൾഡ് എന്ന പദമാണ്. അതിന് 3 അർത്ഥങ്ങളുണ്ട്. ആ 3 അർത്ഥങ്ങളെ പഠിച്ചോണം. 1, 2, 3 എന്ന് താഴെത്താഴെ എഴുതിക്കോണം. ഒന്നാമത്തെ അർത്ഥം എന്താണെന്നറിയാമോ? ഈ ഭൂമി, നാം അധിവസിക്കുന്ന പ്രപഞ്ചം, നാം അധിവസിക്കുന്ന ഭൂമി ഉൾക്കൊള്ളുന്ന പ്രപഞ്ചം, കോസ്മോസ്, യൂണിവേഴ്സ്, അതാണ് വേൾഡ്. അതിനൊരു വാക്യം എഴുതിക്കണം. അപ്പോസ്തലപ്രവൃത്തി 17:24 വാക്യം. അപ്പോസ്തലപ്രവൃത്തി 17:24. ഓൺലൈനുള്ളവരും കുറിക്കുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ, മനസ്സിൽ കരുതണം. ലോകമെന്ന പദത്തിന് ലോകവും അതിലുള്ള സകലതും ഉണ്ടാക്കിയ ദൈവം. അപ്പം അവിടെ ലോകമെന്ന പദത്തിന്റെ അർത്ഥം എന്താ? കമോൺ പറഞ്ഞേ, പ്രതികരിച്ച്. അവിടെ ലോകമെന്ന പദത്തിന്റെ അർത്ഥം എന്താ? ഈ പ്രപഞ്ചം എന്നുള്ളതാണ്. കുന്ന്, മല, പുഴ, താഴ്വര ഒക്കെയുള്ള, കടലും തടാകങ്ങളും ഒക്കെയുള്ള, മരുഭൂമികളൊക്കെയുള്ള, ഹരിതാഭമാർന്ന, കിളച്ചെടുക്കുവാൻ, വെട്ടിയെടുക്കുവാൻ, അടർത്തിയെടുക്കുവാൻ, നുള്ളിയെടുക്കുവാൻ, പറിച്ചെടുക്കുവാൻ കഴിയുന്ന മനോഹരമായിരിക്കുന്ന ഒത്തിരി ഒത്തിരി കൃഷിയിടങ്ങളുള്ള അനുഗ്രഹിതമായ ഈ പ്രപഞ്ചം. അങ്ങ് മുകളിലേക്ക് നോക്കിയാൽ തലയ്ക്ക് മീതെ നീലാകാശം, അതിനകത്ത് ഒത്തിരി ഒത്തിരി വർണ്ണാഭമാർന്ന സൂര്യചന്ദ്ര നക്ഷത്രാദികൾ. പിന്നെ സമുദ്രം, ഇളകി മറിയുന്നുണ്ടെങ്കിൽ കാണാൻ എന്നെ കൗതുക. സമുദ്രം കണ്ട് കൊതി തീർന്നിട്ടുണ്ടോ? ഇല്ല. എറണാകുളംകാരോട് ഞങ്ങൾക്ക് അങ്ങ് ഭയങ്കര അസൂയ. നിങ്ങൾക്ക് കടലെടുത്തല്ലേ, എത്ര മനോഹരമാണ്. കടലിൽ അതിൻ്റെ കരയിൽ പോയി നിന്ന് തീരുമോ? പക്ഷേ നിങ്ങൾക്ക് കുന്നും മലയും താഴ്വരയൊന്നും ഇല്ലല്ലോ. അതാണ്, കടലല്ലേ ഉള്ളൂ. സ്തോത്രം. അപ്പം ഞങ്ങൾക്ക് കുന്നുകൾ, മൊട്ടക്കുന്നുകൾ, ഹരിതാഭമാർന്ന താഴ്വരകളിലും അതുപോലെയുള്ളതായിരിക്കുന്ന സംഗതികളൊക്കെ ഉണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് കൂടുന്ന ഈ പ്രപഞ്ചത്തെയാണ് ലോകം. അനുരൂപമാകരുതെന്ന് പറയുന്നത് അതിനോടല്ല. അതിനോട് അനുരൂപമാകാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അതിനോട് പടവെട്ടി, അതിനോട് മത്സരിച്ച്, അതിനോട് ക്രമീകരിച്ചൊക്കെ നിന്നെങ്കിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. കൊയ്തെടുക്കാനുണ്ട്, കിളച്ചെടുക്കാനുണ്ട്, പറിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഈ ഭൂമിയുമായിട്ട് ചേർന്ന് നിൽക്കണം. സൂര്യചന്ദ്രൻ്റെ പ്രകാശങ്ങളും അതിൻ്റെ ആകിരണങ്ങളും ഒക്കെ കൊണ്ടാണ് പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ്. ജീവിയ ലോകത്തിൻ്റെ ആവാസ വ്യവസ്ഥിതി നിയന്ത്രിക്കുന്നത് ഇതൊക്കെ കൂടിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് അതിനോട് പ്രതികരിക്കാൻ പറ്റില്ല, അതിനോട് ഇണങ്ങിപ്പോയേ പറ്റുള്ളൂ. പക്ഷെ വചനം പറയുന്നു, ഡു നോട്ട് ഫോളോ ദ പാറ്റേൺ ഓഫ് ദിസ് വേൾഡ്. അവിടെ ലോകമെന്നർത്ഥം എന്താ? രണ്ടാമതൊരർത്ഥം നോക്കിക്കേ. മാനവകുലം എന്നൊരർത്ഥമുണ്ട്. മാനവകുലം, മാനവ സമൂഹം, മനുഷ്യ സമൂഹം. നമുക്ക് പരിചിതമായൊരു വാക്യത്തിലാണ് അതുള്ളത്. ആരും നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം. ബാക്കി പറ. ലോകത്തെ സ്നേഹിച്ചു. അവിടെ ലോകമെന്ന പദമാണ്. യോഹന്നാൻ 3:16. ലോകമെന്ന പദമാണ് അവിടെ. ലോകമെന്ന് പറയുന്നത് കോസ്മോസിനെ അല്ല, യൂണിവേഴ്സിനെ അല്ല, പ്രപഞ്ചത്തെ അല്ല, ഈ ഭൂമിയെ അല്ല. പിന്നെന്തോ ഉദ്ദേശിക്കുന്നത്? മാനവകുലത്തെയാണ്, മനുഷ്യകുലത്തെയാണ്. ആ മനുഷ്യകുലത്തിനകത്ത് കറുത്തവനില്ല, വെളുത്തവനില്ല, അമേരിക്കക്കാരൻ, ആഫ്രിക്കക്കാരൻ വ്യത്യാസമില്ല, ആദിവാസി അവസാനവാസി എന്നൊന്നും വ്യത്യാസമില്ല, ഭിക്ഷക്കാരൻ സമ്പന്നനെന്ന് വ്യത്യാസമില്ല. കണ്ടില്ലേ? എല്ലാ മാനവകുലത്തെയും കൂടെ, സകല മനുഷ്യ സമൂഹത്തെയും കൂടെ ചേർത്ത് പറയുന്ന ഒരൊറ്റ പദമാണേത്? ലോകം എന്ന് പറയുന്ന പദം. കണ്ടോ? യോഹന്നാൻ 3:16 വാക്യത്തിൽ. അപ്പം അപ്പോസ്തലപ്രവൃത്തി 17:24 ലോകമെന്ന് ഉപയോഗിച്ചിരിക്കുന്നത് വേൾഡ്, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം യൂണിവേഴ്സിനെയാണെങ്കിൽ ഇവിടെ ലോകമെന്ന് ഉപയോഗിച്ചിരിക്കുന്നത് എന്തിനെയാണ്? മാനവകുലത്തെ. പക്ഷേ റോമർ 12:2 ലോകം അപ്പം എന്തുവാണെന്ന് പഠിക്കണം. എന്താണ് ലോകം? ശ്രദ്ധിച്ച് കേൾക്കണേ. അവിടെ ഉപയോഗിക്കുന്ന ലോകമെന്ന് പറയുന്നത് ദ സൈറ്റാനിക് സിസ്റ്റം, സാത്താന്യ വ്യവസ്ഥിതിയാണ്. സാത്താന്യമായ ഒരു സിസ്റ്റമുണ്ട് ഇവിടെ.
അധമമായൊരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തെയാണ് എന്തോ വിളിക്കുന്നത്? കായിക ലോകം എന്ന് കേട്ടിട്ടുണ്ടോ? രാഷ്ട്രീയ ലോകം എന്ന് കേട്ടിട്ടുണ്ടോ? സാഹിത്യ ലോകം എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെയൊക്കെയുള്ള ലോകം അതൊരു വ്യവസ്ഥിതിയാണ്, ഒരു സിസ്റ്റത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റോം ഉദ്ദേശിക്കുന്ന എന്തുവാണ്? അർത്ഥം എന്തുവാണ്? സാത്താന്യ വ്യവസ്ഥിതി. ഈ ലോകത്തിന്റെ ദൈവമായിരിക്കുന്ന പിശാചിനാൽ നിയന്ത്രിതമാക്കപ്പെടുന്ന ഒരു അധമ വ്യവസ്ഥിതി. ശ്രദ്ധിച്ച് കേട്ടെ, യൂത്ത്സ് ഒക്കെ ശ്രദ്ധിച്ച്. ആ വ്യവസ്ഥിതിയിലാണ് മദ്യം, ആ വ്യവസ്ഥിതിയിലാണ് ലഹരി പദാർത്ഥങ്ങൾ, ആ വ്യവസ്ഥിതിയിലാണ് കുത്തലിഞ്ഞ ലൈംഗികത, ആ വ്യവസ്ഥിതിയിലാണ് ധാർഷ്ട്യം, ധിക്കാരം, താൻപോരും, അഹങ്കാരം. ആ വ്യവസ്ഥിതിയിലാണ് അപ്പനെ അനുസരിക്കാത്ത, അമ്മയെ അനുസരിക്കാത്ത ഒരുമാതിരി വല്ലാത്ത പ്രകൃതം, മൃഗീയമായ പ്രകൃതം, ഭാര്യയോട് അവിശ്വസ്തത കാട്ടുന്ന, ഭർത്താവിനോട് അവിശ്വസ്തത കാട്ടുന്ന പ്രകൃതങ്ങളെല്ലാം ഈ വ്യവസ്ഥിതിയിലാണുള്ളത്. ഇനി ശ്രദ്ധിച്ച് കേട്ടെ, ആഭിചാരം വ്യവസ്ഥിതിയുടെ ഭാഗമാണ്. കണ്ടോ? മന്ത്രവാദം, മറ്റു തരമായിരിക്കുന്ന അന്യദൈവ ആരാധന, ദൈവമല്ലാത്തതിനെ പ്രണയിക്കുക, ഉപാസന കഴിക്കുക, അതിനു മുമ്പിൽ കുമ്പിടുക, യാഗ യോഗ കർമ്മ കാണ്ഡങ്ങളെല്ലാം ആ വ്യവസ്ഥിതിയുടെ ഭാഗമാണ്, ലോകത്തിന്റെ ഭാഗമാണ്. ഉണ്ടാക്കി വെച്ച വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് ലോക വ്യവസ്ഥിതിയാണ്. കണ്ടോ? അതുകൊണ്ടാണ് അതിന് ആഭിചാരം. മറ്റൊരു ഭയങ്കര ദൂഷ്യം ലോകത്തിനുണ്ട്. എന്താ? വ്യഭിചാരം. കണ്ടോ? വ്യഭിചാരം, ദുർനടപ്പടക്കമുള്ള സകല സംഗതികളും ലോകവ്യവസ്ഥിതിയാണ്. എന്താ വ്യഭിചാരം എന്ന വാക്കിന്റെ അർത്ഥം? എന്താ പരസംഗം എന്ന വാക്കിന്റെ അർത്ഥം? ഇതൊക്കെ നന്നായിട്ട് പഠിക്കണം. പരസംഗം എന്ന് പറയുന്നത് വിവാഹപൂർവ്വ ലൈംഗികതയാണ്. വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു യുവതിയോ ശരീരം സെക്സിന് വേണ്ടി പങ്കിട്ടാൽ അതിനെയാണ് എന്താ പറയുന്നത്? പരസംഗം. വിവാഹ അനന്തരം ഭാര്യ അറിയാതെ ഭർത്താവോ, ഭർത്താവ് അറിയാതെ ഭാര്യയോ അബദ്ധ സഞ്ചാരം ചെയ്താൽ അതിനെയാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. രണ്ടിനും തല്ലു വാങ്ങിച്ച് കിട്ടും. ദൈവം തല്ലും, ഓടിച്ച് കളയും ദൈവം. മനസ്സിലായോ? വിവാഹത്തിന് മുമ്പ് ശരീരത്തെ വേറെ ആർക്കും വിട്ടുകൊടുക്കരുത്. വിവാഹം കഴിഞ്ഞാൽ ഒരുത്തൻ ഈ വ്യവസ്ഥിതി വിട്ടുപോകരുത്. ആ വേലിക്കെട്ട് പൊട്ടിപ്പോകാതെ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ തല്ലു വാങ്ങിക്കും. അതിനൊന്നും എന്താ സ്തോത്രം പറയാത്തെ? പേടിച്ചിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പരസംഗത്തിനും വ്യഭിചാരത്തിനും തല്ല് എക്സ്ട്രായാണ്. കാരണം എന്താണെന്നറിയാമോ? പ്രത്യേകിച്ച് ദമ്പതികൾ, ഞാൻ അങ്ങയെ മാത്രം സ്നേഹിച്ച് സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പടപടപടപടാന്ന് കാർമികൻ പറഞ്ഞു കൊടുക്കുന്ന വാക്കുകളെ കോർത്തിണക്കിക്കൊണ്ട് ഉഭയസമ്മതം പറയാറില്ലേ? പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ആ ദിവസം ഓർമ്മയിലുണ്ടോ? ഉണ്ടാകണം. ചിലരുടെ മുഖമൊക്കെ കണ്ടിട്ട് അന്ന് ഓർപ്പിക്കാതെ പാസ്റ്ററേ, ഞങ്ങൾ മനഃപൂർവ്വം മറക്കാൻ ശ്രമിക്കുന്ന ആ ദിവസം ഒന്ന് ഓർപ്പിക്കാതെ എന്ന് ആ ഒരു ഭാവത്തിൽ ഇരുന്ന് കളയുന്നു. സ്തോത്രം. മറക്കാൻ പറ്റുമോ നമുക്ക് ആ ദിവസം? ബിജു പാസ്റ്റർ പറഞ്ഞു തന്ന ഞങ്ങൾ ഒന്നിച്ച് വിവാഹ ശുശ്രൂഷയിൽ സംബന്ധിച്ചിട്ടുണ്ട് അല്ലേ? പാസ്റ്റർ ചെയ്തെടുത്തവർ ബ്ലസൻ്റെ വിവാഹം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഞാൻ പ്രസംഗിക്കാനും അദ്ദേഹം ആ കാർമ്മിക ശുശ്രൂഷയും വളരെ മനോഹരമായിട്ട് അദ്ദേഹം അത് ചെയ്തു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, കാർമ്മികൻ ഇത് പറഞ്ഞു തരുന്ന ആ പദപ്രയോഗങ്ങൾക്ക് മാറ്റമില്ലാതെ നമ്മൾ കൃത്യതയോടെ അത് പറയുമ്പോൾ അത് ബിജുപാസ്റ്ററോട് മാത്രമല്ല നിങ്ങൾ പറഞ്ഞത്, പരിശുദ്ധ തൃത്വത്തോടാണ് പറഞ്ഞത്. ബിജുപാസ്റ്ററുടെ നേതൃത്വത്തിൽ നിങ്ങൾ പരിശുദ്ധ തൃത്വത്തോടാണ് പറഞ്ഞത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മ, ആദർശ ദൂതഗണങ്ങൾ, നമ്മളെ ജനിപ്പിച്ച മാതാപിതാക്കളുടെ എല്ലാം കേൾക്കലാണ് അത് പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ആ പറഞ്ഞ ഉഭയസമ്മതത്തിന് പരിക്കു പറ്റിയാൽ അടി വാങ്ങിക്കുമെന്നാണ് ഞാൻ പറഞ്ഞേ. മനസ്സിലായില്ലേ? സ്വതന്ത്രം. അതുപോലെ വരാനിരിക്കുന്ന ദൈവം തരാനിരിക്കുന്ന ജീവിത പങ്കാളിയുടെ മുമ്പിൽ സംശുദ്ധമായൊരു ശരീര വ്യവസ്ഥിതി സമർപ്പിക്കാൻ പറ്റാതെ പോയാൽ അത് ദൈവത്തോടും ദൈവം തരാനിരിക്കുന്ന ജീവിത പങ്കാളിയോടുമുള്ള അവിശ്വസ്തതയാണ്. അതിനും അടി വാങ്ങിക്കും. മനസ്സിലായോ? അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതെല്ലാം ലോകത്തിൻ്റെ ലക്ഷണമാണ്, ലോകത്തിൻ്റെ ഗതികേടുകളാണ്. ഈ ലോകത്തോട് നമ്മൾ എന്തോ ചെയ്യരുത്? അനുരൂപമാകരുത്. ഒന്നാമത്തേത് അതാണ്. രണ്ടാമത്തേത് മനസ്സ് പുതുക്കി എന്തോ ചെയ്യണം? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ ദൈവഹിതം ഇന്നതാണെന്ന് നമുക്കറിയാം. ദൈവഹിതം തിരിച്ചറിയാൻ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. ഇതിനകത്തൊരു തീക്ഷ്ണമായ തിയോളജി ഞാൻ പറയട്ടെ, ശ്രദ്ധിച്ചോണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഓൺലൈൻ ഇരിക്കുന്നവർ ശ്രദ്ധിച്ചോണം. ഇതിനകത്തൊരു ഗംഭീരമായ ചിന്തയുണ്ട്. ഈ ലോകത്തിന് എന്തോ ചെയ്തെന്നാ പറഞ്ഞേ? അനുരൂപമാകാതിരുന്നാൽ കർത്താവ് ഇറങ്ങി വന്ന് നമ്മെ തൻ്റെ രൂപത്തോട് അനുരൂപമാക്കും. എത്ര പേർക്ക് മനസ്സിലായി ആത്മീക ചിന്ത? നമ്മൾ പാർക്കുന്ന ഈ ലോകത്തിൽ സാധാന്യമായൊരു വ്യവസ്ഥിതിയുണ്ട്. ആ വ്യവസ്ഥിതിയോട് അനുരൂപമാകാതെ വേറിട്ട് നിൽക്കുന്നവരെ തന്നോട് അനുരൂപമാക്കാനാണ് കർത്താവ് വരുന്നേ. എവിടെ വാക്യം? അപ്പൊ റോമർ 12:2 ഫിലിപ്പിയർ 3:21 കൂടെ ഒരുമിച്ച് കൂട്ടി ഇണക്കണം. ഏതൊക്കെയാ വാക്യം ഞാൻ പറഞ്ഞേ? റോമർ 12:2, ഫിലിപ്പിയർ 3:21. ഫിലിപ്പിയർ 3:21 എന്താ പറയുന്നത്?
സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട്, സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് എന്തോ ചെയ്യും? അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ആരെ രൂപാന്തരപ്പെടുത്തുക? ഈ ലോകത്തിൽ ജീവിച്ച അത്രയും കാലം ഈ ലോകത്തോട് അനുരൂപമാകാതിരുന്നവരെ മാത്രമേ രൂപാന്തരപ്പെടുത്തുകയുള്ളൂ. എല്ലാവരും കയറിപ്പോകും, എല്ലാവരും പറന്നിടുമേ ഞാനും എന്നൊക്കെ വൈബ്രേഷൻ ഇട്ട് പാടിക്കൊണ്ടിരുന്നിട്ടൊന്നും കഥയില്ല. ഈ ലോകത്തിന് അനുരൂപമാകാത്തവരെ മാത്രമേ കർത്താവ് തൻ്റെ രൂപത്തോട് അനുരൂപമാകുകയുള്ളൂ. അപ്പോൾ പുനരാഗമനം എന്ന വിഷയം പഠിക്കുമ്പോൾ ഈ രണ്ട് വാക്യങ്ങളെ തമ്മിൽ യോജിപ്പിക്കണം, അത് മറന്നു പോകരുത്. ഇനി ഞാൻ പറയുന്ന വാക്യങ്ങൾ സൈറ്റാനിക് സിസ്റ്റം എന്ന നിലയിൽ ലോകം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്ന വാക്യങ്ങൾ അങ്ങോട്ട് പറയാം. പടപടപടപടപടന്ന് ഒന്ന് കുറിച്ച് വെച്ചോളൂ. ഒന്ന് റോമർ 12:2 അടുത്തത് 1 യോഹന്നാൻ 2:17 വാക്യം. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവനോ കണ്ടോ. അത് 2:17 എഴുതിക്കണം. ഓക്കെ. അടുത്തത് 1 യോഹന്നാൻ 5:4 വാക്യം. ദൈവത്തിൽ ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ 1 യോഹന്നാൻ 5:4 വാക്യം. ലോകത്തെ ജയിക്കണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ സൈറ്റാനിക് സിസ്റ്റത്തെ ജയിക്കണമെന്നാണ്. ഒറ്റയ്ക്ക് ഉണ്ടായിരിക്കുള്ളൂ പടപൊരുതാൻ, പക്ഷേ ചെറുത്ത് നിൽക്കുവാൻ കരുത്ത് കർത്താവ് തരും. അതിനുവേണ്ടി ഉപവാസ പ്രാർത്ഥന ഇവിടെ വന്നിരിക്കണമെന്ന് പറയുന്നത്. ജഡത്തെ മലീമസമാക്കുവാൻ, നമ്മുടെ അവയവ വ്യവസ്ഥിതികളെ തെറ്റായ നിലയിൽ ഉപയോഗിക്കുവാൻ നമുക്ക് ചേതന തരുന്ന, നമുക്ക് നിയോഗം തരുന്ന, നമ്മളെ തൃഷ്ണയിലേക്ക്, ആവേഗങ്ങളിലേക്ക്, നിയോഗങ്ങളിലേക്ക്, നിർബന്ധങ്ങളിലേക്ക് തെറ്റായി നയിക്കുന്ന ദുഷ്ടശക്തിയോട് നോ, അടുക്കരുത് എന്നോട് എന്ന് പറയാനുള്ള ആർജവത്വം ഈ ഉപവാസ പ്രാർത്ഥനയോട് ദൈവം അങ്ങ് വ്യാപരിപ്പിക്കുക ഓരോ വ്യക്തികളിലും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ അതാണ് 1 യോഹന്നാൻ 5:4 വാക്യം. അടുത്ത വാക്യം കേൾക്കണോ? യാക്കോബ് 1:27. യാക്കോബ് 1:27 പറയുന്നു, ഈ ലോകത്തിന്റെ കളങ്കം പറ്റാതെ തന്നെ എന്തോ ചെയ്യണം? കാത്തുകൊള്ളണം. യാക്കോബ് 1:27 വാക്യം. ലോകത്തിന്റെ കളങ്കം. ലോകത്തിനപ്പോൾ എന്തോ ഉണ്ട്? ഒരു കളങ്കമുണ്ട്. ആ കളങ്കം നമ്മിലേക്ക് ചാർത്താനാണ് ലോകം ആഗ്രഹിക്കുന്നത്, പിശാച് ആഗ്രഹിക്കുന്നത്. ആ കളങ്കം നമ്മിലേക്ക് എന്തോ ചെയ്യരുത്? നമ്മിലേക്ക് വരരുത്, നമ്മുടെ കുടുംബത്തിലേക്ക് വരരുത്, നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് വരരുത്. കളങ്കമില്ലാത്തവരായി നിൽക്കാൻ നമുക്ക് കഴിയണം. കളങ്കമില്ലാത്തവരെ ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുന്നൊരു കർത്താവ്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ വാക്യം ഇനി വേണോ? യാക്കോബ് 4:4 നോക്കിക്കേ. യാക്കോബ് 4:4. വ്യഭിചാരിണിയായുള്ളവയെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. അവിടെ ലോകസ്നേഹം 4:4 പറയുന്ന ലോകസ്നേഹം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഈ അധപ്പതനത്തിൻ്റെ, അധാർമികതയുടെ, അസാൻമാർഗികതയുടെ, അധമമായതിൻ്റെ ഇടപാടുകളെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഈ വാക്യങ്ങളിലെല്ലാം ലോകമെന്ന പദമുണ്ട്. ഈ ലോകത്തോട് നമ്മൾ നമ്മുടെ വിഷയത്തിൽ നിന്ന് വിട്ടുപോകരുത്. ലോകത്തോട് അനുരൂപം ആകാതിരുന്നാൽ ദൈവഗീതം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ദൈവഗീതം അറിയണമെങ്കിൽ എന്തോ ചെയ്യണം? പ്രവാചകൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല. നമ്മൾ ലോകത്തോട് എന്തോ ചെയ്യരുത്? നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ് ആദിയായി ഇതൊന്നും ലോകത്തോട് അനുരൂപമാകരുത്. സാത്താന്യ വ്യവസ്ഥിതിയോട്. ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ശക്തിയുടെ പേര് ഈ ലോകത്തിൻ്റെ ദൈവമെന്നാണ്. 2 കൊരിന്ത്യർ 4:4. 2 കൊരിന്ത്യർ 4:4 പറയുന്നത് ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ എന്തോ ചെയ്യുന്നു? കുരുടാക്കിയിരിക്കുന്നു. അപ്പോൾ ഈ ലോകത്തിനൊരു ദൈവമുണ്ട്, ഈ ലോകത്തിൻ്റെ കളങ്കമുണ്ട്, ഈ ലോകത്തിന് ഒരു മോഹമെന്ന ചൂണ്ടയുണ്ട്. അതുകൊണ്ടാണ് ഈ വാക്യങ്ങളെല്ലാം കൊണ്ട് നിരനിരയായിട്ട് തന്നത്. കുഞ്ഞുങ്ങളൊക്കെ അതിനെ കുറിച്ചെടുത്തിട്ടുണ്ടല്ലോ. പഠിക്കണം. ലോകത്തോട് അനുരൂപമാകാതിരുന്നാൽ ദൈവഗീതം ഇന്നതെന്ന് തിരിച്ചറിയുക എന്ന പദം പഠിക്കണം ആദ്യം. തിരിച്ചറിയുക. എന്തെങ്കിലും സാധനം വാങ്ങിച്ചിട്ട് 500 രൂപ കൊണ്ട് കൊടുക്കുമ്പോൾ മോനെ, ആ നോട്ട് വാങ്ങിച്ച മുതലാളി വെട്ടം വരുന്ന വഴിയിലേക്ക് വിരിച്ചു പിടിച്ച് നോക്കുന്ന കണ്ടിട്ടുണ്ടോ? തട്ടി നോക്കും, കൊട്ടി നോക്കും, ചുരുട്ടി നോക്കും. തിരിച്ചറിയൽ പരേഡിന് വിധേയമാക്കുന്നു. നമ്മൾ കൊടുത്ത 500 രൂപ. എന്താ സാർ ഇത്രയും വലിയ നിരീക്ഷണ പരീക്ഷണ ഗവേഷണം എന്നൊക്കെ ചോദിച്ചാൽ പുള്ളി പറയും, ഇതിനേക്കാൾ സൗന്ദര്യമുള്ള വ്യാജന ഇവിടെ കിടന്ന് വിലസുന്നുണ്ട്. അതുകൊണ്ട് അവനാണോ ഇവനെന്നറിയാനാ എന്തോ ഇന്നേ ഈ തിരിച്ചറിയൽ പരേഡ്. അല്ലെന്ന് ബോധ്യമായി കഴിഞ്ഞാലേ അദ്ദേഹത്തിൻ്റെ പെട്ടിക്കകത്തോട്ട് ഇട്ടിട്ട് ബാക്കി തരത്തുള്ളൂ. നമുക്ക് മനസ്സിലായില്ലേ? ആ തിരിച്ചറിയൽ പരേഡ് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് തരുന്നൊരു പ്രബോധനമാണ് തിരിച്ചറിയണം. ദൈവഹിതം ഇന്നതെന്ന് എന്ന് പറഞ്ഞാൽ ഹിതങ്ങൾ പലതാണ്. ആ ഹിതങ്ങളിൽ ഏതാണ് ദൈവഹിതം എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനുവേണ്ടി ഉപവാസ പ്രാർത്ഥന. അതിനുവേണ്ടി 21 ദിവസം. അല്ലാതെ ബിരിപ്പാസൊക്കെ കാശുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ഏർപ്പാടൊന്നുമല്ല. ഈ സഭയിൽ ഒരു ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന പരിപാടിയല്ല ഇത്. ദൈവഹിതം ഓരോരുത്തരും തിരിച്ചറിയണം. സ്തോത്രം. ആ തിരിച്ചറിവ് എന്ന് പറയുന്നതിനെ കുറിച്ച് ഞാൻ ചില കാര്യങ്ങൾ പറയാം. കനാനിൽ ക്ഷാമമുണ്ടായി കഴിഞ്ഞപ്പോൾ മിസ്രൈമിൽ ധാന്യമുണ്ടെന്ന് കേട്ടിട്ട് വട്ടിയും കുട്ടയും ചാക്കുമൊക്കെ ആയിട്ട് നേരെ കനാനിലേക്ക് അബ്രഹാം ഇറങ്ങിപ്പോകുന്നത് ദൈവഹിതപ്രകാരമല്ല, സ്വന്തം ഹിതമാണ്. നമ്മുടെ ഹിതം, നമ്മുടെ അന്തരംഗം നമ്മളെ ചതിക്കും. ചിലപ്പം
നമുക്ക് തരുന്ന ചില നിയോഗങ്ങളുണ്ടല്ലോ, അബദ്ധമായിരിക്കും. പോയേക്കാം, ഇവിടെ കിടന്ന പിള്ളേർ പട്ടിണിയായി പോകും. എല്ലാവരും ആക്ഷേപം പറയും. പറയാനൊരു സാധ്യതയുണ്ട്. മെസോപ്പൊത്താമിയയിലായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. അവിടുന്ന് ദൈവദർശനം എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ട് ഇപ്പോൾ കഞ്ഞി കുടിക്കാൻ നിർവാഹമില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ വിരൽ ചൂണ്ടുമ്പം ആകെപ്പാടെ കുഴപ്പമാവും. അതുകൊണ്ട് മനസ്സ് പറഞ്ഞു പോയേക്കാം. എവിടേക്ക്? മിസ്രൈമിലേക്ക്. അത് ആരുടെ ഹിതമായിരുന്നു? സ്വന്തം ഹിതമായിരുന്നു. ആ ഹിതത്തിൽ ഊന്നി പോയവൻ അപമാനപ്പെട്ട തിരിച്ചു വരുന്നേ. ഭാര്യ അപഹരിക്കപ്പെട്ടു പോയി വല്ലാത്ത രീതിയിൽ. ആ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്കണം. ഹി വെന്റ് ഡൗൺ ടു ഈജിപ്റ്റ്, അങ്ങനെയാണ് ഇംഗ്ലീഷ് ബൈബിൾ കൊടുത്തിരിക്കുന്നത്. അവൻ മിസ്രൈമിലേക്ക് പോയി എന്ന് മലയാളം ബൈബിൾ പറയുമ്പോൾ ഇംഗ്ലീഷ് ബൈബിളിൻ്റെ വാചകത്തിനകത്ത് ഒരു പ്രത്യേക ചിന്ത അടക്കം ചെയ്തിട്ടുണ്ട്. ഹി വെന്റ് ഡൗൺ. സ്വന്തം ഹിതത്തിൽ ഊന്നി പോകുന്നവരൊക്കെ മുകളിലോട്ടല്ല പോകുന്നത്, താഴോട്ടാണ് പോകുന്നത്. നമുക്ക് നഷ്ടം വരുന്നതും കഷ്ടം വരുന്നതും എല്ലാ വിധത്തിലുള്ളതായിരിക്കുന്ന ദോഷം വരുന്നതും നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ ഹിതമനുസരിച്ച് ചെയ്തതുകൊണ്ടാണ്. ദൈവത്തോട് ചോദിച്ചില്ല. 2 വാചകങ്ങൾ ഞാൻ പറയാം, കുഞ്ഞുങ്ങൾ കേട്ടോണം. ഒന്നാമത്തെ വാചകം, വാട്ട് ഷാൽ ഐ ഡു? ഞാൻ എന്ത് ചെയ്യണം? ഞാൻ വ്യക്തിപരമായി പ്രാർത്ഥിച്ചോണം. മോനും മോളും എല്ലാം വ്യക്തിപരമായി പ്രാർത്ഥിച്ചോണം. പാസ്റ്റർ പ്രാർത്ഥിക്കണം, വിശ്വാസി പ്രാർത്ഥിക്കണം, വ്യക്തിപരമായി ദൈവത്തോട് ചോദിക്കണം, വാട്ട് ഷാൽ ഐ ഡു? കുടുംബമായിട്ട് മുമ്പേ ബിജുപ്പാസ് നമ്മളോട് പറഞ്ഞ കൈകോർത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ലേ? കൈകോർത്ത് ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം കൂടെ കൈകോർത്ത് പ്രാർത്ഥിക്കുമ്പോൾ സന്ധ്യപ്രാർത്ഥനയൊക്കെ ഉണ്ടോ? കൃത്യമായിട്ട് സന്ധ്യപ്രാർത്ഥന കൃത്യസമയത്ത് നടത്തുന്ന വീടുകൾ എത്ര ഉണ്ട്? അതുകൊണ്ട് മിണ്ടുന്നില്ല. സന്ധ്യപ്രാർത്ഥന വീട്ടിലുണ്ടോയെന്ന് എൻ്റെ ചോദ്യം. എപ്പോഴാണ് ആൻറ്റി? 8 മണി കഴിഞ്ഞോ, 10 മണി കഴിഞ്ഞോ, 11 മണി കഴിഞ്ഞോ? സ്തോത്രം. ഒരു കാര്യം ഞാൻ ഈ 9ാമത്തെ രാത്രി പറയാം. അത്താഴം ഉണ്ണുന്നതിന് മുമ്പ് സന്ധ്യപ്രാർത്ഥന നടത്തണം. എത്ര പേര് ആമേൻ പറയും അതിന്? എരിശ്ശേരിയും പുളിശ്ശേരിയും ചിക്കൻ കറിയും മട്ടൻ കറിയും എല്ലാം കൂടെ കഴിച്ചിട്ട് ഇനി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ അമ്മമ്മ ദിവാങ്കോട്ടയിലും അച്ചായൻ സോഫ കമ്പട്ടയിലും ഇരുന്ന് പിള്ളേരെല്ലാം അവിടെ ഇവിടെ ഇരുന്ന് കുത്തിയിരുന്ന് പാടരുത്. അത് ദൈവത്തെ അവഹേളിക്കുകയാണ്. നല്ല ആരോഗ്യത്തോടെ ഇരുന്ന് വേണം. സന്ധ്യപ്രാർത്ഥന അത്താഴത്തിന് മുമ്പ് നടത്തുമ്പോഴും അതിന് ശേഷം നടത്തുമ്പോഴും പാടുന്ന പാട്ടിൻ്റെ താളം ശ്രദ്ധിച്ചാൽ അറിയാം. ഞങ്ങൾ ഉപദേശിമാർ നിങ്ങളുടെ വീടിൻ്റെ അതിലൊക്കെ വരാറുണ്ട്, നിങ്ങൾ അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. സന്ധ്യപ്രാർത്ഥന എപ്പോഴാണ്, എത്ര പാട്ട് പാടുന്നുണ്ട്, ആരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, പുസ്തകം വായിക്കുന്നുണ്ട്, അതിനകത്ത് പ്രബോധനം കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? പല വീട്ടിലും പാട്ട് കേൾക്കുമ്പോൾ ഞങ്ങൾക്കറിയാം ഇത് അത്താഴം ഉണ്ടിട്ടുള്ള പ്രാർത്ഥനയാണെന്നുള്ള. സോപ്പൻ. യേശുമാറാത്തവൻ 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 ഹാ എത്ര നല്ലവൻ. അതിൻ്റെ സ്ഫുടത കേട്ടോ. ഞാൻ വലിയ പാട്ടുകാരനല്ലേ, ഇങ്ങനൊരു ഉദാഹരണം പറയാം, പൊന്നെ പോർക്കണേ. അപ്പോൾ ഈ പാട്ട് ഇങ്ങനെ കൃത്യമായിട്ട് പദാനുപദങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് പാടുമ്പം നമുക്ക് മനസ്സിലാവും ഇത് അത്താഴം ഉണ്ണുന്നതിന് മുമ്പുള്ള പാട്ടാണ്. മനസ്സിലായില്ലേ? ആ താളം അങ്ങനെയാണ്. അത്താഴം ഉണ്ടിട്ട് എരിശ്ശേരിയൊക്കെ ഇങ്ങനെ കയറി വരുമ്പോൾ ഉള്ള പാട്ടുണ്ട്. യേശുമാറാത്തവേൻ യേശുമാറാത്തവേൻ. ഏതെങ്കിലും പാട്ട് പുസ്തകത്തിൽ അങ്ങനെ ഒരു വരി കാണിച്ചു തരാമോ നിങ്ങൾക്ക്? വേൻ ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ, നാവിനലവന് നാം ഘോഷിക്കാം. അത്താഴം ഉണ്ണുന്നതിന് മുമ്പ് ആ പാട്ട്. അത്താഴം കൊണ്ട് കഴിയുമ്പം ഈവന്റെ ഉറവിടം ക്രിസ്തു, അങ്ങനെ പോവും. പാട്ടിൻ്റെ വ്യത്യാസം മനസ്സിലായോ? അന്ന് വായിക്കേണ്ടിയിരുന്ന സങ്കീർത്തനം 118 ഒരു അമ്മാമ്മ പറയുക, മോളെ 117 വായിക്കാൻ. അത്താഴം ഉണ്ട് കഴിഞ്ഞ് 118 മൊത്തം വായിച്ച് തീരുന്നിടം വരെ ഇരിക്കാനുള്ള നിർവാഹം ഇല്ല. 117 ആകുമ്പം അയ്യോ, അങ്ങനെയും കൂടെ കുഞ്ഞു കുഞ്ഞു സങ്കീർത്തനങ്ങൾ തന്നതിനായി ദൈവത്തിന് സ്തോത്രം. ഇല്ലേ നമ്മൾ കുഴഞ്ഞു പോയനേ ഉള്ളൂ. എല്ലാ സങ്കീർത്തനവും 119 പോലെ ആയിരുന്നെങ്കിലുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി. ഓക്കെ. അപ്പം ഇങ്ങനെ സന്ധ്യപ്രാർത്ഥന ചതച്ച് വാരുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്. അതിൻ്റെ ദോഷം നമ്മുടെ വീടിനുണ്ടെന്ന് പഠിക്കേ. പ്രഭാത പ്രാർത്ഥന ഉണ്ടോ? വന്ദനമേ ശുഭര എന്നുള്ള പാട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാട്ട് പാടി ഉഷകാലം നാം എഴുന്നേൽക്ക പരമരാജ ഗുരുവരനെ ഉയർപ്പൻ ജീവനാൽ നിത്യജീവൻ. ഇതൊക്കെ കേൾക്കാറുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് ആ പാട്ട് വല്ലതും അറിയാമോ? എവിടെ? പാട്ട് കേൾക്കുന്നില്ലല്ലോ. അമ്മച്ചിമാർ അപ്പച്ചമാരുള്ളിടത്തല്ലേ അതൊക്കെ ഉള്ളൂ. അപ്പം ഇത് മുടങ്ങിപ്പോകരുത് ഒരു കാരണവശാലും. ആത്മീയ ആരാധന എന്തോ ചെയ്യരുത്. സന്ധ്യപ്രാർത്ഥനകളൊക്കെ നടത്തുമ്പോൾ ദൈവസന്നിധിയിൽ നമുക്കൊരു പ്രാഗൽഭ്യമോ വീടിന് അതിൻ്റെതായ അനുഗ്രഹവും ആത്മീകമായിരിക്കുന്ന വർധനവും ഒക്കെ ഉണ്ടാകും. അതാണ് പറഞ്ഞത്, ഈ ലോകത്തിൻ്റെ ദൈവം നമ്മുടെ വീടിനെ മലീമസമാക്കാൻ അനുവദിക്കരുത്. മനസ്സിലായില്ലേ കർത്താവിൻ്റെ? അപ്പം ഈ ലോകത്തോട് എന്തോ ചെയ്യരുത്, നമ്മൾ അനുരൂപമാകാതിരുന്നാൽ കർത്താവ് നമ്മളെ തൻ്റെ രൂപത്തോട് എന്തോ ചെയ്യും. അങ്ങനെ വന്നാൽ അനുരൂപമാകാതിരുന്നാൽ ഒരു ഗുണം അതാ, കർത്താവിൻ്റെ രൂപത്തോട് അനുരൂപമാകാം എന്ന് മാത്രമല്ല കർത്താവ് തൻ്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തും.
തെറ്റായ നടപടിയല്ല ജീവിതം അനുഗ്രഹമായി മുന്നേറുന്നു എന്നുള്ളത് ബോധ്യമാകാനിടയായിത്തീരും. അപ്പോൾ ഏറ്റവും വ്യക്തമായ നിലയിൽ തിരിച്ചറിയണം. അബ്രഹാമിൻ്റെ ജീവിതത്തിലെ തിരിച്ചറിവില്ലാതെ പോയത് കൊണ്ടാണ് മലീമസമായി പോയത്. മനസ്സിലായി? അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ. ദേ നോക്കി, അടുത്തത് ഹാഗറിനെ സ്വീകരിക്കണമെന്നുള്ള അബ്രഹാമിൻ്റെ താല്പര്യം ആരുടെ ഹിതമായിരുന്നു? സാറായുടെ ഹിതമാണ്. മറ്റുള്ളവരുടെ ഹിതത്തിന് നമ്മൾ വഴങ്ങേണ്ടി വരും. ചിലപ്പം മറ്റുള്ളവരുടെ ഹിതത്തിന് വഴങ്ങേണ്ടി വരും. മറ്റുള്ളവരുടെ ഹിതത്തിന് സാറ പറയുകയാണ്, എൻ്റെ ദാസി ഹാഗർ ഉണ്ടല്ലോ സുന്ദരിയ, സ്വീകരിക്കേ. ഓ, ഭാര്യ അങ്ങനെ പറയുമ്പം ഒരു ഭയങ്കര ഓഫറല്ലേ അത്. ഭാര്യ പറയുക വേറെ ആളിനെ സ്വീകരിക്കാൻ. ആ സമയത്ത് അങ്ങനെ ഒരു കോൾ വന്ന ആരായിരുന്നു മനുഷ്യാന്ന് ചോദിച്ചു തുടുപ്പം കൊണ്ട് മഹോദരം നടത്താൻ വരുന്ന ഭാര്യ ഇപ്പോൾ ചോദിക്കുകയാണ്, ഇപ്പോൾ പറയുകയാണ് എന്തോന്ന്, എൻ്റെ ദാസി എന്തോ ചെയ്യാൻ, സ്വീകരിക്കാൻ. അച്ഛൻ വേറെ ഒന്നും ചിന്തിച്ചില്ല, ദൈവത്തോട് പോലും ചോദിച്ചില്ല. ഹാഗറിനെ എന്തോ ചെയ്തു, സ്വീകരിച്ചു. അതാരുടെ ഹിതമായിരുന്നു? സാറയുടെ ഹിതം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഹിതം. ആദ്യം പറഞ്ഞ ഹിതം സ്വന്തം ഹിതം, രണ്ടാമത് പറഞ്ഞ ഹിതം ആരുടെ ഹിതം? മറ്റുള്ളവരുടെ ഹിതമാണ്. ഇനി മൂന്നാമതൊരു ഹിതം കേൾക്കണോ? സാത്താൻ്റെ ഹിതം, സാത്താൻ്റെ ഇഷ്ടം. 1 ദിനവൃത്താന്തം, ആ റെഫറൻസ് നിങ്ങൾ ഓർത്തിരിക്കണം. അതിന് റെഫറൻസ് ചെയ്യാൻ നേരം 1 ദിനവൃത്താന്തം 21 വാക്യം നോക്കിക്കേ. ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 21 വേഴ്സ് 1. അനന്തരം സാത്താൻ ഇസ്രായേലിന് വിരോധമായി എഴുന്നേറ്റ് ഇസ്രായേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു. സാത്താൻ എഴുന്നേറ്റ് ദാവീദിന് തോന്നിച്ചെന്ന്. എന്തോന്ന്? ഇസ്രായേലിനെ എണ്ണുവാൻ. എന്നിട്ട് സാത്താന്യ ഹിതമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ദാവീദ് ശാസിച്ചോ? ഇല്ല. ദാവീദ് എന്തോ ചെയ്തു? ദാവീദ് എന്തോ ചെയ്ത? ദാവീദ് ചെയ്ത കാര്യം, അധികാരപ്പെട്ടവരെ വിളിച്ച് നാട്ടിൽ മുഴുവനും വിന്യസിപ്പിച്ചിട്ട് കുഞ്ഞെത്ര, കുട്ടിയെത്ര, ആണെത്ര, പെണ്ണെത്ര, വൃദ്ധന്മാരെത്ര, വൃദ്ധകളെത്ര, പുരുഷന്മാരും ആരോഗ്യമുള്ള സ്ത്രീകളെത്ര, 20 വയസ്സിന് മേൽ യുദ്ധപ്രാപ്തന്മാരെത്ര എന്ന് കൃത്യമായി എണ്ണമെടുത്തു. ആകെ ജനത്തിന്റെ എണ്ണമെടുത്തു ദൈവസന്നിധി കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, കർത്താവ് ണ്ട്. ദൈവം ചോദിച്ചു, എൻ്റെ ജനത്തെ എണ്ണം നിന്നോടാര് പറഞ്ഞു? ദാവീദ് അത്ഭുതപ്പെട്ടു പോയി. കേൾക്കണോ? അന്ന് രാത്രിയിൽ 70,000 പേരെ ദൈവം കൊന്നുകളഞ്ഞു. എൻ്റെ കയ്യിൽ ഇത്രയും പേരുണ്ടെന്ന് എണ്ണി തിട്ടമെടുക്കുവാൻ ആരാ തോന്നിച്ചേ? 70,000 എണ്ണത്തെ കശാപ്പ് ചെയ്യാൻ സാത്താൻ തീരുമാനിച്ചപ്പോൾ അവൻ കണ്ട വഴി ദാവീദിന് വഴി തെറ്റിക്കുക എന്നുള്ളതായിരുന്നു. നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഹിതം സാത്താന്യമാണോ, സ്വയഹിതമാണോ, മറ്റുള്ളവരുടെ ഹിതമാണോ എന്ന് എന്തോ ചെയ്യണം? ആ തിരിച്ചറിവിൻ്റെ പദത്തെ ഒന്ന് വിശദീകരിച്ചതാണ് ഞാൻ. പലപ്പോഴും നമ്മൾ പലതിനും എടുത്ത് ചാടിയത് ആരുടെ ഹിതമായിരുന്നു? ഒന്നുകിൽ സ്വന്തം ഹിതം, അല്ലെങ്കിൽ ആരുടെ ഹിതം? അളിയൻ പറഞ്ഞു, മച്ചാൻ പറഞ്ഞു, മച്ചമ്പി പറഞ്ഞു, മൈനി പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങി അധികം വൈകാതെ മുടങ്ങി. മനസ്സിലായോ? അളിയൻ പറഞ്ഞു അങ്ങോട്ട് തുടങ്ങ്, കാര്യങ്ങളൊക്കെ അങ്ങ് നേരെയാകും എന്നൊക്കെ പറഞ്ഞു. ആ ഒരു പിപ്പിരി കയറ്റിയപ്പോൾ നമ്മളങ്ങ് ഇറങ്ങി ചാടി. ഇപ്പം കടവും ഏട്ടവുമായി വല്ലാത്ത പ്രശ്നമായപ്പം അളിയനോട് ചോദിച്ചപ്പോൾ അത് കച്ചവടമാണെങ്കിൽ നഷ്ടമൊക്കെ സംഭവിക്കും, അതിപ്പോൾ അനുഭവിച്ചേ പറ്റുള്ളൂ. അളിയൻ എന്തോ ചെയ്തു? വിദഗ്ധമായിട്ട് ഒഴിഞ്ഞു. ഇപ്പം തുഴയാൻ ആര് മാത്രമേ ഉള്ളൂ? അതുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ ദൈവഹിതം ഇന്നതെന്ന് എന്തോ ചെയ്യണം. സങ്കീർത്തനം കൊണ്ട് വിപ്ലവം ഉണ്ടാക്കിയ ദാവീദ് പോലും മറ്റുള്ളവരുടെ ഹിതത്തിന് മുമ്പിൽ, സാത്താൻ്റെ ഹിതത്തിന് മുമ്പിൽ വഴങ്ങിപ്പോയെങ്കിൽ നമ്മുടെ കാര്യം പറയണോ പിന്നെ? മനസ്സിലായില്ലേ? ഈ വംശാവലി പ്രകാരം എണ്ണം നോക്കേണ്ടതിന് ദാവീദിനെ ആര് തോന്നിച്ചെന്നാ വായിക്കുന്നത്? സാത്താൻ. അതിൻ്റെ കാരണം കൂടെ ഞാൻ പറയാം, തെറ്റിദ്ധരിക്കരുത്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അവൻ്റെ മനസ്സിൻ്റെ പുതുക്കം ഇവിടെ നഷ്ടപ്പെട്ടു പോയി. ദൈവത്തോടുള്ള ഏകാഗ്രത എവിടെയോ എന്ത് ചെയ്തു പോയി? ഊരിയാവിൻ്റെ ഭാര്യയുമായിട്ടുള്ള അവിഹിത ബന്ധത്തിലൂടെ നഷ്ടപ്പെട്ടു പോയത് ഏകാഗ്രതയാണ്. ദൈവമായിട്ടുള്ള ആ ആന്തരിക രമ്യത നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് സാത്താൻ ആ ചാൻസിന് കയറി കളിക്കുകയാണ്. എപ്പോഴാണോ ദൈവവുമായിട്ടുള്ള നമ്മുടെ ആന്തരിക രമ്യത നഷ്ടമാകുന്നത്, അവിടെയാണ് പിശാച് ജയിക്കുന്നത്. ഈ വാക്യത്തിന് ബദലായി ഒരു വാക്യം ഞാൻ തരാം. 21 അധ്യായം 1 വാക്യം ദിനവൃത്താന്തത്തിൽ വായിച്ചില്ലേ? അതിന് ബദലൊരു വാക്യം ഞാൻ തരാം. നെഹമ്യാവിൻ്റെ പുസ്തകം 7 അധ്യായം 5 വാക്യം വായിച്ച് വാക്യം കൊണ്ട് നമ്മൾ ക്രമീകരിക്കുകയാണ്. നെഹമ്യാവ് 7:5 വാക്യം. 7:5. അത് ഈ ദിനവൃത്താന്തം 21 വാക്യത്തിന്റെ ബദലൊരു വാക്യമാണ്. വംശാവലി പ്രകാരം എണ്ണം നോക്കേണ്ടതിന് പ്രഭുക്കന്മാരെയും പ്രമാണികളെയും ജനത്തെയും കൂട്ടിവരുത്തുവാൻ എന്റെ ദൈവം എന്റെ മനസ്സിൽ തോന്നിച്ചു. എന്നെ പ്രാഗൽഭ്യം നോക്കണേ. അത് മനസ്സിലാകുന്നുണ്ടോ? അത് ദൈവദാസന്മാർക്ക് മനസ്സിലാകുന്നുണ്ടോ? വംശാവലി പ്രകാരം എണ്ണം നോക്കേണ്ടതിന് ദാവീദിനെ തോന്നിച്ചതാരാ? കമോൺ ദാവീദിനെ തോന്നിച്ചാരാ? സാത്താൻ. വംശാവലി പ്രകാരം എണ്ണം നോക്കേണ്ടതിന് നെഹമ്യാവിനെ തോന്നിച്ചാരാ? ദൈവം തോന്നിച്ചു. അപ്പം ദൈവഹിതം ഇന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. കാരണം ദൈവം പറയുന്നത് പോലെ അതേ വിഷയം ആരും പറഞ്ഞെന്നിരിക്കാം.
സാത്താനും പറയാം അത് നമ്മളെ തോൽപ്പിക്കാനാണ്. മനസ്സിലായില്ലേ? മനസ്സിൻ്റെ ഏകാഗ്രത നഷ്ടപ്പെടാത്ത ഒരാൾക്ക് മാത്രമേ ദൈവഹിതം ഇന്നതാണെന്ന് തിരിച്ചറിയാൻ പറ്റൂ. സഭയ്ക്കകത്താണെങ്കിലും പൊളിറ്റിക്സ് നിന്റെ മനസ്സിലേക്ക് കയറിപ്പോയാൽ, സഭയ്ക്കകത്താണെങ്കിൽ കസേര കളിക്കാൻ നീ ഇറങ്ങി പുറപ്പെട്ടാൽ, സഭയ്ക്കകത്താണെങ്കിൽ പാനലുണ്ടാക്കാൻ നീ ഇറങ്ങിയാൽ, സഭയ്ക്കകത്താണെങ്കിൽ പേരും പെരുമയും ഉണ്ടാക്കാൻ നീ ഇറങ്ങിയാൽ, ആ ചാൻസ് സാത്താൻ മുതലെടുത്തിട്ട് നമ്മെ കീഴടക്കാൻ ശ്രമിക്കും, നമ്മളെ അടിപതറിക്കാൻ ശ്രമിക്കും. പക്ഷെ നെഹമ്യാവിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരേ ഒരു ഏകാഗ്രത എന്താണെന്നറിയാമോ? ആ മതിൽ തകർന്നത് പണിയണം, പിതാക്കന്മാരുടെ കല്ലറകളുള്ള ദേശത്തെ സംരക്ഷിക്കണം, ദേശത്തിൻ്റെ അപമാനം നിന്ന മാറ്റണം. ആത്മഭാരത്തോടെ ഒറ്റ പ്രവർത്തനമാണ് അവൻ്റെ ലക്ഷ്യം. ദാവീദിൻ്റെ ചിന്തകൾ പലതിലേക്ക് മാറിപ്പോയപ്പോഴാ സാത്താൻ ആ ഒരു പഴുതിലൂടെ കയറി വിജയിക്കുന്നത്. എത്ര പേർക്ക് ബോധ്യമായി ഇന്ന് രാത്രി ഞാൻ പറഞ്ഞത്? അതുകൊണ്ട് ദൈവഹിതം ഇന്നതെന്ന് എന്തോ ചെയ്യണം? സ്വത്രം. ഇനിയും പഴയ നിയമത്തിൽ മാത്രം കിടന്ന് കളിക്കാതെ പാസേ, പുതിയ നിയമത്തിൽ ഇതിന് വല്ല രേഖയുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് പുതിയ നിയമത്തിലേക്ക് ഒന്ന് ജമ്പ് ചെയ്യാം. അപ്പോസ്തലപ്രവൃത്തി 16:6 വേഗം വായിച്ച്. അപ്പോസ്തലപ്രവൃത്തി 16:6 ദൈവഹിതത്തെക്കുറിച്ച് ഒരു ചിന്ത വേഗം വായിച്ച്. അപ്പോസ്തലപ്രവൃത്തി 16:6 വാക്യം. അവർ ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാണ്. ആര് വിലക്കിയെന്ന? പരിശുദ്ധാത്മാവ്. പ്രസംഗിക്കണ്ടെന്നൊരു വിലക്ക് കൽപ്പിച്ചാൽ അത് ആരായിരിക്കുമെന്നാണ് നമ്മുടെ ഒരു തിയോളജി. പൊതുവേ സത്യമേ പറയാവൂ. പ്രസംഗിക്കണ്ടെന്നൊരു വിലക്കുണ്ടായാൽ ഉപദേശിമാർ പാസ്റ്റർമാർ അത് ആരുടെ വിലക്കായിരിക്കും? പക്ഷെ ഇവിടെ വിലക്കിയത് ആരാ? പരിശുദ്ധാത്മാവ്. അപ്പൊ എല്ലാ വിലക്കും പിശാചല്ലെന്ന് പഠിച്ചോണേ. എല്ലാ വിലക്കും പിശാചല്ല. ചില വിലക്കിന്റെ പിന്നിൽ ആരുണ്ട്? ആ ഹിതം ഇന്നതെന്നറിയാൻ നമുക്ക് പറ്റിയ ജയിച്ചു. മനസ്സിലായോ? പരിശുദ്ധാത്മാവ് വിലക്കി എന്നാ പിന്നെ പാക്കപ്പ് ആൻഡ് ഗോ. എന്തെങ്കിലും പഠിക്കുന്നില്ല. 6-ാം വാക്യത്തിൽ 16:6 വാക്യത്തിൽ ആസയിൽ പ്രസംഗിക്കണമെന്ന് പരിശുദ്ധാത്മ വിലക്കി. അത് മനസ്സിലായിട്ട് അടുത്ത ജംഗ്ഷൻ മീശ കടന്ന് ബിഥുന്യയിലെത്തി അവിടെ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ യേശുവിൻ്റെ ആത്മാവ് സമ്മതിച്ചില്ല, ഇവിടെയും പ്രസംഗിക്കണ്ട. മനസ്സിലായില്ലേ? നമുക്ക് പറ്റുന്ന കുഴപ്പം ഇതാ. അപ്പം പരിശുദ്ധാത്മം എന്തോ ചെയ്യാം? വിലക്കാം. ഇനിയും അതേ വിലക്ക് വേറൊരു പുള്ളി തരുന്നതിന് എന്ന് വായിച്ച് 1 തെസ്സലോനിക്ക ലേഖനം 2:18 വാക്യം നോക്കി. 1 തെസ്സലോനിക്ക 2:18 വേഗം. 1 തെസ്സലോനിക്കർ. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ വിശേഷാൽ പൗലോസായ ഞാൻ 1-2 പ്രാവശ്യം വിചാരിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. തെസ്സലോനിക്കയിൽ പോയി പ്രസംഗിക്കേണ്ടെന്ന് ആരാ തടഞ്ഞേ? സാത്താൻ. ആസിയിൽ പ്രസംഗിക്കേണ്ടെന്ന് ആരാ തടഞ്ഞേ? ശ്രദ്ധിച്ചു കേട്ടോണം. ഒന്നുകൂടെ ഞാൻ ചോദിക്കട്ടെ, ആസിയിൽ പ്രസംഗിക്കേണ്ടെന്ന് ആരാ തടഞ്ഞേ? പരിശുദ്ധാത്മാവ്. തെസ്സലോനിക്കയിൽ പോയി പ്രസംഗിക്കേണ്ടെന്ന് ആര് തടഞ്ഞു? ഈ 2 തടസ്സങ്ങളുടെ പിന്നിൽ ആരാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ശുശ്രൂഷ വിജയിച്ചു. എത്ര പേർക്ക് മനസ്സിലായി? നമുക്ക് പറ്റുന്നത് സാത്താൻ തടയുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല, പരിശുദ്ധാത്മാവ് തടയുമ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അങ്ങനെ പ്രതികരിക്കുമ്പോൾ നമുക്ക് പറ്റുന്നത് വലിയ അബദ്ധവും അനർത്ഥവും അപകടവുമാണ്. ഇതാണ് ദൈവഹിതം ഇന്നതെന്ന് എന്തോ ചെയ്യണം. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും അത് തന്നെയാണ്, യൂത്തിൻ്റെ ജീവിതത്തിലും അത് തന്നെയാണ് സംഭവിക്കുക. തിരിച്ചറിയണം ദൈവഹിതം ഇന്നതാണ്. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എവിടെ പോകണം? ഞാൻ ഏത് കോഴ്സ് പഠിക്കണം? എങ്ങനെ ഇതിനെ തരണം ചെയ്യണമെന്ന് ദൈവഹിതം എന്തോ ചെയ്യണം? തിരിച്ചറിയണം. തിരിച്ചറിയണമെങ്കിൽ മനസ്സ് പുതുക്കി എന്തോ ചെയ്തോണം? മനസ്സിന് ദോഷം ഭവിക്കരുത്, മനസ്സിന് ക്ലാവ് പറ്റരുത്, മനസ്സിന് പാപരാഗങ്ങൾ സംഭവിക്കാതിരിക്കണം. ഇതിൻ്റെ തുടർച്ച എന്ന നിലയിൽ നമ്മൾ തികവിനെക്കുറിച്ച് ഇനി ചിന്തിക്കുന്നു. അല്പസമയം കൂടെ. സന്തോഷമാണോ? ഈ ബോധ്യമായോ? ഈ ചിന്തകൾ ബോധ്യമായോ? മനസ്സ് പുതുക്കി നമ്മൾ എന്തോ ചെയ്യണം? എങ്കില് ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. എപ്പോഴും പ്രാർത്ഥിച്ചോണം, കർത്താവേ അങ്ങയുടെ ഇഷ്ടം ഇന്നതെന്ന് തിരിച്ചറിയുവാൻ എന്നെ സഹായിക്കണമേ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്നുകൂടെ സ്തുതിച്ച് ഇനി നമ്മൾ തികവിനെ കുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ്. നിങ്ങൾ തികഞ്ഞവരാകണം. ഏതെല്ലാം മേഖലയിലാണ് തികഞ്ഞവരാകേണ്ടത്? 21 ദിവസം അനുഗ്രഹിക്കപ്പെട്ട ഈ ആലയത്തിനകത്ത്, ദൈവസാന്നിധ്യം ഓളം വെട്ടുന്ന ഈ ആലയത്തിനകത്ത് വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരും തികഞ്ഞവരാകണം. നമ്മളെല്ലാവരും തികഞ്ഞവരാകണം. ഏതിലൊക്കെയാണ് തികയേണ്ടത്? 1, 2, 3, 4, 5 ഇന്ന് രാത്രി മുഴുവനും നിന്ന് പ്രസംഗിക്കാൻ പറ്റുന്ന ചിന്തകൾ വിശുദ്ധ വേദപുസ്തകത്തിൽ വിശേഷിച്ച പുതിയ നിയമഭാഗങ്ങൾ നമുക്ക് ധാരാളമായി നൽകി തരുന്നുണ്ട്. അതിൽ ചിലത് മാത്രം ഇങ്ങനെ വിഷയാടിസ്ഥാനത്തിലൊന്ന് കോർത്തിണക്കിയിട്ട് ഞാൻ വേഗം പടിയിറങ്ങാം. കൃത്യസമയത്ത് അവസാനിപ്പിക്കണമല്ലോ. ഒന്നാമത് നമ്മൾ തികയേണ്ടത് അനുസരണത്തിലാണ്. എന്തിൽ തികയണം? അനുസരണത്തിൽ തികയണം. 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യം വായിച്ച്. 2 കൊരിന്ത്യർ 10-ന്റെ 6 തുടക്കം ഒന്ന് കിട്ടിയാൽ മതി. ഓക്കെ. നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരും. നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരണം. കണ്ടോ? നമ്മുടെ അനുസരണം നമ്മുടെ അനുസരണം ഉള്ളവരായ പോരാ, പിന്നെ എന്തോ ചെയ്യണം? അനുസരണത്തിൽ അനുസരണത്തിൽ തികയുക എന്നുള്ളതിനകത്തൊരു തിയോളജി കിടപ്പുണ്ട്. അതിനകത്തൊരു ദൈവ ദർശനമുണ്ട്, ദൈവവചനത്തിന്റെ ആഴമേറിയ ഒരു വിശാലതയുണ്ട്. അതെന്തോന്നറിയാം? 5-ാം വാക്യം നോക്കണം. 5-ാം വാക്യം തൊട്ട് മുകളിൽ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും
ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് ശ്രദ്ധിച്ചോണം, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന സകല ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏതു വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണ ഹേതുവായി എന്തോ ചെയ്യുന്നു, പിടിച്ചടക്കി. ഇങ്ങനെ നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരണം. എങ്ങനെ? ശ്രദ്ധിച്ചേ, 6-ാം വാക്യത്തിലെ അനുസരണം തികഞ്ഞു വരണമെന്നുള്ള പ്രയോഗം 5-ാം വാക്യത്തിന്റെ വിശദീകരണത്തിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എങ്ങനെ എന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിന്റെ പരിജ്ഞാനം, ദൈവപരിജ്ഞാനത്തിന് വിരോധമായി നമ്മിൽ ഉയരുന്ന ചില ഉയർച്ചകളും ചില വിചാരങ്ങളെയും എന്തോ ചെയ്യണം, ഇടിച്ചു കളയണം, പിടിച്ചടക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, യൂത്തിനോട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണം. എല്ലാവരും, യൂത്ത് മാത്രമല്ല മൂത്തതും, യൂത്തിന് മാത്രം പോരല്ലോ, എല്ലാവർക്കും വേണ്ടേ. എങ്കിലും യൂത്തിനെ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു. ശ്രദ്ധിച്ചോണം, നമ്മിലെ ത്രിവിധ ഘടകങ്ങളുണ്ട്. നമ്മിലെ ത്രിവിധ ഘടകങ്ങൾ ഏതൊക്കെയാ? ത്രിവിധ ഘടകങ്ങൾ, നമ്മിലെ ത്രിവിധ ഘടകങ്ങൾ ഏതൊക്കെയാ? നമ്മിലെ ത്രിവിധ ഘടകങ്ങൾ ഏതൊക്കെയാ? ദേഹം, ദേഹി, ഇന്നങ്ങനെ പറഞ്ഞിരിക്കട്ടെ, ഇനി മേലെ പറയരുത്. സ്വത്രം. ദേഹം, ദേഹി, ആത്മാവെന്നല്ല വേദപുസ്തകത്തിലെ ഓർഡർ. ആത്മാവ്, ദേഹി, ദേഹം. കണ്ടോ? നിങ്ങൾ പറഞ്ഞ ആ രീതിയിൽ നിന്ന് നേരെ തിരിച്ചു പറയണം. ആത്മാവ്, ദേഹി, ദേഹം. ദേഹം അവസാനമാണ് വരേണ്ടത്. മലയാളി പറയുമ്പോൾ ദേഹം എവിടെ വരും? ആദ്യം വരും. ദേഹം, ദേഹി, ആത്മാവ്. അതുകൊണ്ടാണ് അത്താഴം ഉണ്ടിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നത്. കാരണം ദേഹം വിശന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു കാശിനും കൊള്ളത്തില്ല. ദേഹത്തിന് പരിഗണന കൊടുക്കുകയാണ്. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? 1 തെസ്സലോനിക്കർ 5:23 പറയുന്നു, നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ പ്രാണനും നിങ്ങളുടെ ദേഹവും. അപ്പൊ ദേഹത്തിന് എത്രാമത്തെ സ്ഥാനമാണ്? 3-ാമത്തെ സ്ഥാനം. ആ ഓർഡറിൽ അങ്ങ് പഠിച്ച് ശീലിച്ചാൽ മതി. ഓർഡർ തെറ്റിച്ച് നമ്മളിങ്ങനെ ഒത്തിരി വാക്യം പറയുന്നുണ്ട്. അത് പോട്ടെ, ഓക്കെ, അതിലേക്ക് പോകുന്നില്ല, സമയമില്ല രാത്രിയിൽ. ഓക്കെ, അപ്പോൾ നമ്മിലെ ത്രിവിധ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ആത്മാവ്, ദേഹി, അതായത് പ്രാണൻ, ഓക്കെ, പിന്നെ ദേഹം. ഈ 3ഉം ദൈവസന്നിധിയിൽ വിശുദ്ധമാകണം. മനസ്സിലായില്ലേ? ആത്മാവിൽ കന്മഷമുണ്ടാകരുത്, ദേഹിയിൽ അശുദ്ധ വിചാരങ്ങളുടെ ഉയർച്ച ഉണ്ടാകരുത്, ദേഹത്തിൽ അന്ധകാരത്തിൻ്റെ അംശം ഒട്ടുമുണ്ടാകരുത്. ഈ 3 മേഖലകളെയും നമുക്ക് സംശുദ്ധമാക്കാൻ കഴിഞ്ഞാൽ ഉപവാസം വിജയിച്ചു. പാടുന്ന പാട്ടിൻ്റെ താളത്തിനൊത്ത് ഡാൻസ് ചെയ്താൽ മാത്രം പോരാ, അന്യഭാഷ ഒത്തിരി പറഞ്ഞാൽ മാത്രം പോരാ, 21 ദിവസത്തെയും യോഗങ്ങൾ ഒരു സെഷൻ പോലും മുടക്കിയില്ലെന്ന് ഹാജര് കിട്ടിയാൽ മാത്രം പോരാ. ഈ 3 തലങ്ങളും ഒരേപോലെ ശുദ്ധീകരിക്കപ്പെടണം. ഈ 3 തലങ്ങളും ഒരേപോലെ സുതാര്യമാകണം. മനസ്സിലായില്ലേ? വചനത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഒരു സങ്കല്പം നമ്മുടെ ദേഹി മണ്ഡലത്തിൽ കൂടരുത്. വെറുപ്പ്, വിദ്വേഷം, വിഭാഗിക മനോഭാവം, വിമർശനം, വിരോധം, മനസ്സിലായില്ലേ? ധാർഷ്ട്യം, ധിക്കാരം, മറ്റുള്ളവരുടെ വെറുപ്പ്, സ്വാർത്ഥത, ഇതൊന്നും നമ്മുടെ ദേഹി മണ്ഡലത്തിൽ അടിഞ്ഞുകൂടരുത്. അതാ ചിലർക്ക് കൈ കൊടുക്കാനൊക്കെ നമുക്കൊരു മടിയുണ്ട്. ചില മുഖത്ത് നോക്കി ചിരിക്കാൻ ഒരു മടിയുണ്ട്. ചിരിക്കുകയാണോ അതോ വേറെ ഏതാണ്ട് കാണിക്കുകയാണോ എന്ന് അറിയാൻ വയ്യ. ചിരിച്ചെന്ന് വരുത്തേണ്ടതിന് വേണ്ടി ഏതാണ്ടൊക്കെ കാണിച്ചിട്ട് പോവുക. കാര്യമായിട്ടൊന്നും മിണ്ടാൻ പറ്റുന്നില്ല, ഒന്ന് ഹഗ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു വിശുദ്ധ ചുംബനം കൈമാറാൻ പറ്റുന്നില്ല. കാലങ്ങളായി പിണങ്ങിയിരുന്ന 2 സഹോദരിമാർ തമ്മിൽ വിശുദ്ധ ചുംബനം ചെയ്തു, അറിയാതെ പറ്റിപ്പോയതാ. മറ്റേ സഹോദരി ഉടുക്കുന്ന സാരി ഈ പുള്ളിക്കാരിക്ക് അറിയാം. ഒരു ആഴ്ച സാരി മാറി ഉടുത്തോണ്ട് വന്നു. വേറെ ആരാണ്ടാന്ന് വിചാരിച്ച് ആത്മാവിൻ്റെ ആവേശത്തിൽ കയറി ഒരു വിശുദ്ധ ചുംബനം കഴിഞ്ഞ് നോക്കുമ്പോഴാണ്, അയ്യോ, വർഷങ്ങളായി പിണങ്ങിയിരുന്ന പുള്ളിക്കാരി അമർത്തി അങ്ങ് തുടച്ചിങ്. കർത്തൃമേശ കഴിച്ചിട്ടാണെന്ന് ഓർത്തോണം. എന്നിട്ടും മനസ്സിൻ്റെ ആ വൈരുദ്ധ്യത എന്തോ ചെയ്യുന്നില്ല, മാറുന്നില്ല. ഇത് ദേഹിയിൽ കടന്നുകൂടിയിരിക്കുന്ന വല്ലാത്ത വൈരുദ്ധ്യതകളാണ്. അത് നമുക്ക് ഗുണം ചെയ്യത്തില്ല, അപകടമാക്കി മാറ്റും. ഓരോ സെഷൻ കഴിയുമ്പോഴും നമ്മുടെ ദേഹി മണ്ഡലത്തിൻ്റെ അതിന് വചനത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന സങ്കല്പങ്ങൾ എന്തോ ചെയ്യണം? ഉയർച്ചകളെ ഇടിച്ചു കളഞ്ഞിട്ട് അതിനെ രമ്യതയിലേക്ക് കൊണ്ടുവരണം. അതാണ് സഹോദരങ്ങളോടായാലും ആരോടായാലും ആത്മാവിൽ കന്മഷം പാടില്ല, കന്മഷമില്ല. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് വായിക്കുന്നുണ്ട്. ആത്മാവിൽ കന്മഷം ദേഹത്തിൽ, ശ്രദ്ധിച്ചു കേട്ടോണം എല്ലാവരും, ദേഹം, ഈ ശരീരമുണ്ടല്ലോ, ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ ഈ ശരീരത്തിൽ അവിഹിതമായതൊന്നും സംഭവിക്കരുത്. കഴിക്കുന്നത്, കുടിക്കുന്നത്, ഉടുക്കുന്നത്, മുട്ടുന്നത്, തട്ടുന്നത്, ഉരുമുന്നത്, ഒരയുന്നത്, ചായുന്നത്, ചരിയുന്നത് ഒന്നും ഈ ശരീരത്തെ മലീമസമാക്കരുത്. എത്ര പേർക്ക് സ്വത്രം പറയാൻ പറ്റും? ലൂക്കോസ് 11:36 വായിച്ച് വേഗം പടപടാന്ന് വായിക്കണം. ലൂക്കോസ് 11:36 ദേഹമണ്ഡലത്തിൻ്റെ ശുദ്ധീകരണത്തെക്കുറിച്ചുള്ളൊരു വാക്യമാണ്. ഉപവസിക്കുന്ന മുഴുവൻ ആളുകളുടെയും ശരീരം വിശുദ്ധമാകണം. നിന്റെ ശരീരം അന്ധകാരമുള്ള അംശം ഒട്ടുമില്ലാതെ, ശരീരം അതാണല്ലോ ബോഡി എന്ന് പറയുന്നത്, അതാണല്ലോ ദേഹം എന്ന് പറയുന്നത്. അതിൽ അന്ധകാരമുള്ള അംശം
ഒട്ടുമില്ലാതെ മുഴുവനും പ്രകാശിതമായിരുന്നാൽ വിളക്ക് തിളക്കം കൊണ്ട് നിന്നെ പ്രകാശിപ്പിക്കും പോലെ അശേഷം പ്രകാശിതമായി. കണ്ടോ? അപ്പൊ നമ്മുടെ ദേഹമുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? ദേഹത്തിൽ എന്തോ പാടില്ലെന്ന? അശുദ്ധി പാടില്ല. ദേഹത്തിൽ അന്ധകാരത്തിന്റെ അംശം ഒട്ടുമില്ല. ചിലരുടെ നാക്ക് കുഴപ്പമില്ല, കണ്ണാ കുഴപ്പം. ചിലരുടെ കണ്ണിന് കുഴപ്പമില്ല, നാക്കാ കുഴപ്പം. ചിലരുടെ കണ്ണിന് നാക്കിന് കുഴപ്പമില്ല, മനസ്സാ പ്രശ്നം. മനസ്സും കണ്ണും നാക്കും എല്ലാം കുഴപ്പമില്ലാത്തതാണെങ്കിലും തോണ്ടി 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 വിരലുകൾ ഇങ്ങനെ സർവ്വത പണി ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓവർ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഡിസ്പ്ലേയിൽ ഇങ്ങനെ തോണ്ടി 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 തോണ്ടിയിരിക്കുക. ആവശ്യമില്ലാത്തതെല്ലാം ഇങ്ങനെ തോണ്ടി എടുത്തുകൊണ്ടിരിക്കുക. ചിലരുടെ കാല് ആവശ്യമില്ലാത്ത ഊടുവഴികളിലൂടെ പോകാൻ വ്യഗ്രപ്പെട്ടുകൊണ്ടിരിക്കുക. എൻ്റെ കാലുകളെ ഞാൻ ദുർമാർഗത്തിൽ നിന്ന് എന്തോ ചെയ്യുന്നു? വിലക്കുന്നു. എൻ്റെ നാവിനെ ഞാൻ അതരദ്വാരത്തിനോട് കാവൽ ഏർപ്പെടുത്തി കാക്കുന്നു. എൻ്റെ കണ്ണിനോടൊരു നിയമം ചെയ്ത് ഞാൻ അതിനെ ഷട്ടറിടുന്നു. ഇതാണ് അന്ധകാരത്തിൻ്റെ അംശം ശരീരത്തിൽ ഒട്ടുമില്ല. കൈയടിച്ച് പാട്ടുപാടി ആത്മാവിൽ ആരാധിക്കുന്ന വ്യക്തി ആരാധന കഴിഞ്ഞ് പോകുന്ന ഇടവഴിയിലൂടെ ആരോട് ചാറ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്? ആരുമായിട്ട് സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത്? അവസരം അനുകൂലമായി ഒറ്റയ്ക്കൊരു മുറിക്കകത്ത് ഒത്തു കിട്ടിയാൽ എന്തുവാ ചിന്തിക്കുന്ന, എന്തുവാ സംസാരിക്കുന്ന, ആരുമായിട്ടാണ് ചാറ്റ് ചെയ്യുന്നത്, എന്തുവാ കാണുന്നത്, ആരെ കാണാൻ ആഗ്രഹിക്കുന്നു, ആര് നിങ്ങളുടെ അടുക്കൽ വരാൻ ആഗ്രഹിക്കുന്നു, ഇതിൻ്റെ എല്ലാം ആകത്തുകയാണ് ശരീരം വിശുദ്ധമാണോ അല്ലയോ എന്നുള്ളത്. ഇവിടെ ഇരിക്കുന്ന അതേ പക്വതയോടെ അടച്ചിട്ട മുറിയിലും ഇരിക്കാൻ പറ്റണം. ഇവിടെ ഇരിക്കുന്ന അതേ പക്വതയോടുകൂടെ ഭർത്താവ് കൂടെ ഉണ്ടെങ്കിലും ഭാര്യ കൂടെ ഇല്ലെങ്കിലും ഒക്കെ ഇരിക്കാൻ പറ്റണം. മനസ്സിലായോ? പപ്പയും മമ്മിയും കൂടെ ഇല്ല, ഒറ്റയ്ക്കുള്ളൊരു മുറിയിൽ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. ഫുൾ റേഞ്ചുള്ള മൊബൈലുണ്ട്, എത്രയോ ചാനലുള്ള TV ഉണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും ശരീരത്തിൽ തിന്മ പറ്റാത്തത് മാത്രം ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ദേഹമാണോ നമ്മുടേത് എങ്കിൽ അതിലാ ദൈവം പ്രസാദിക്കുക. എത്ര പേർക്ക് ബോധ്യമുണ്ട് ഞാൻ പറയുന്ന കാര്യം? ഹല്ലേലൂയ. വിശുദ്ധിയുടെ ഉപദേശം ഇങ്ങനെ കേൾക്കുന്ന സന്തോഷമാണോ? അനുസരണം എന്തോ ചെയ്യണം? തികഞ്ഞു വരണം. എന്താ അങ്ങനെ പറയാൻ കാരണമെന്നറിയാമോ? അനുസരണം തികഞ്ഞു വരണമെന്ന് പറയാൻ കാരണം എന്താണെന്നറിയാമോ? ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ള ഒരുവൻ നമുക്കുണ്ട്. കുതറി മാറാതെ പിതാവിൻ്റെ ഇഷ്ടത്തിൻ്റെ നിർവഹണത്തിന് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ഒരുവൻ ക്രൂശിലെ മരണത്തോളം എന്തോ ഉള്ളവനായി മാറി? അനുസരണത്തിൽ തികഞ്ഞവനായി മാറിയത് കൊണ്ട് ആ കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ അനുസരണത്തിൽ തികഞ്ഞേ പറ്റൂ. പുറമടിച്ചു ഉഴവിചാല് പോലെ കയറി തല തല്ലി പൊളിച്ചു. അപമാനങ്ങളുടെ ആക്ഷേപങ്ങളുടെ കൂരമ്പുകൾ ആ മനസ്സിനെ തകർത്ത് കളയത്തക്ക നിലയിലായിരുന്നു. കാർക്കിച്ച് തുപ്പി ആ മുഖത്തേക്ക്. ഒരാളല്ല, ഒത്തിരി പേര് കാട്ടക്കഫവും തുപ്പലും ആ മുഖത്ത് വന്ന് പതിഞ്ഞിട്ട് വഴിഞ്ഞൊഴുകുന്നുണ്ട് താഴേക്ക്. കന്നത്തടിച്ചു. എൻ്റെ ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ? നിശബ്ദമായിരിക്കുന്ന നിങ്ങളുടെ മനസ്സൊന്ന് ധ്യാനിച്ച്, അടിച്ചിട്ടാണോ തുപ്പിയത് അതോ തുപ്പിയിട്ടാണോ അടിച്ചത്? ചിന്തിച്ചിട്ടുണ്ടോ പാസേ? അടിച്ചിട്ടാണോ തുപ്പിയത്, തുപ്പിയിട്ടാണോ അടിച്ചത്? ശരി, നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങളുടെ മുഖത്ത് ആരോട് തുപ്പിയ പോലെ തോന്നില്ല. അടിച്ചിട്ട് തുപ്പി, അങ്ങനെയാണോ? അടിച്ചിട്ട് തുപ്പിയോ തുപ്പിയിട്ട് അടിച്ചോ? മത്തായി 26:67 നോക്കിക്കേ. മത്തായി 26:67 വേഗം നോക്ക്. അങ്ങനെ ചിന്തിച്ചിട്ടില്ല നമ്മളാരും. ചിന്തിക്കണം. വേദോസത്തെ അവന്റെ മുഖത്ത് തുപ്പി അവനെ മുഷ്ടി ചുരുട്ടി കുത്തി. പിന്നെ ചിലർ അവനെ കന്നത്തടിച്ചു. അപ്പൊ ആദ്യം എന്തോ സംഭവിച്ചേ? തുപ്പി. അത് കഴിഞ്ഞാ കന്നത്തടിച്ചത്. അങ്ങനാണെങ്കിൽ ഒരാൾ മുഖത്ത് തുപ്പി വെച്ചേക്കുമ്പോ ആ വ്യക്തിയുടെ കന്നത്ത് കൈ കൊണ്ട് അടിച്ചാൽ അടിക്കും ആരേലും? അടിക്കത്തില്ല. കാരണം അടിച്ചാൽ എന്തോ സംഭവിക്കും? അടിക്കുന്നവരെ കയ്യെ പറ്റും. അതുകൊണ്ട് നമ്മളെല്ലാം ചിന്തിച്ചിരിക്കുന്നത് അടിച്ചിട്ട് എന്തോ ചെയ്തിട്ടുണ്ടാവും. അടിക്കാനുള്ളവരെല്ലാം അടിച്ചാട്ടെ പിന്നെ തുപ്പാൻ പോവുകയാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പ്രോഗ്രാമാണോ? അല്ലല്ല. പിന്നെ മത്തായി എഴുതിയിരിക്കുന്ന കറക്റ്റാണ്. അവരവന്റെ മുഖത്ത് തുപ്പി, ചിലർ കന്നത്തടിച്ചു. അങ്ങനെയാണെങ്കിൽ ആ കന്നത്തടിച്ചത് കൈ കൊണ്ടല്ല, വടി കൊണ്ടടിച്ചേ. വടി കൊണ്ടടിച്ചു എന്നുള്ളത് എബി അബ്രഹാമിന്റെ ഭാഷയമല്ല. മീഖ പ്രവചനം 5:1 വാക്യം വായിച്ചേ. മീഖ 5:1. മീഖ 5:1. മീഖ എവിടെ താമസിക്കുന്നതെന്നൊക്കെ അറിയാവോ? പടക്കൂട്ടങ്ങളുടെ മക്കളെ പടക്കൂട്ടമായി കൂടുക, അവൻ നമ്മുടെ നേരെ വാടകോരുന്നു. ഇസ്രായേലിന്റെ ന്യായാധിപതിയെ അവർ വടികൊണ്ട് ചെകിട്ട് തടിക്കുന്നു. ഇസ്രായേലിന്റെ ന്യായാധിപതിയെ. ആ വാക്യത്തിന്റെ അവസാന ഭാഗം നോക്കി, എല്ലാവരും ഡിസ്പ്ലേയിലേക്ക് നോക്കി. ഇസ്രായേലിന്റെ ന്യായാധിപതി ആരാണത്? ഇസ്രായേൽ ന്യായാധിപതി നമ്മുടെ കർത്താവ് തന്നെയാ. അവർ വടി കൊണ്ട് എന്തോ ഇതെന്നാ? അപ്പൊ തുപ്പിയതിന് ശേഷം അടിച്ചു എന്ന് പറഞ്ഞ കൈ കൊണ്ടല്ല, പിന്നെ എന്തുകൊണ്ടാണ് അടിച്ചേ? വടി കൊണ്ടാണ് അടിച്ചത്. എന്നിട്ടും അനുസരണത്തോടെ നിന്നു കൊടുത്തു. ഒരുവന്റെ
കൈകൊണ്ട് ചെകിട്ടത്തടിച്ചാൽ അതിന് എത്ര ആഘാതമേ ഉള്ളൂ. പക്ഷെ കൈ കെട്ടിയ മുണ്ടത്തടിയെടുത്ത് തൊപ്പൽ നിറഞ്ഞ മുഖത്തെ കാഞ്ഞടിക്കുമ്പോൾ കവളല് പൊട്ടിപ്പോകും. അറിയാമോ? അണപ്പല്ല് സെറ്റോടെ തകർന്നു പോകും. ഇയർ ഡ്രം പൊട്ടിപ്പോകാം. ആ കമ്പിൻ്റെ അറ്റമങ്ങാണ് കണ്ണിൽ കൊണ്ടാൽ കൺമണി തകർന്നു പോകാം. ആഘാതങ്ങൾ ഭയങ്കരമാണ്. യെശയ്യാപ്രവാചകനെ കുറിച്ച് വെച്ചൊരു വാക്യമുണ്ട്. അതും ഇതുമെല്ലാം കൂടെ ചേർത്ത് പഠിക്കണം. അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാ. ആയിരങ്ങളിൽ 10,000 സുന്ദരനായ എൻ്റെ കർത്താവ്. ഞാൻ പകൽ പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പാപമില്ലാത്തവൻ, പിന്നെ പാപം ചെയ്യാത്തവൻ, പിന്നെ പാപം അറിയാത്തവൻ, പിന്നെ കുറ്റമില്ലാത്തവൻ, പിന്നെ നീതിയുള്ളവൻ. ഇങ്ങനെയുള്ളവനെ കണ്ടാലാൾ അറിയുകയില്ല. ആ നിലയിൽ അനുസരണത്തോടെ ആരുടെ മുമ്പിൽ? പിതാവിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക. പിതാവിൻ്റെ ഇഷ്ടം എന്തുവായിരുന്നു? തകർത്ത് കളയുക എന്നുള്ളതാണ്. അപ്പം തകർക്കപ്പെടണമെങ്കിൽ ഈ കവളെല്ലാം ഇതെല്ലാം തകർക്കപ്പെടണം. അതിന് മുണ്ടത്തടി കൊണ്ടവർ അടിക്കുകയായിരുന്നു ആ ചേകട്. അങ്ങനെ അനുസരണമുള്ളവൻ്റെ രക്തമാണെന്നേ നമ്മെ കഴുകിയത്. അതുകൊണ്ടാണ് പറയുന്നത് അനുസരണക്കേട് കാണിക്കരുത്, അനുസരണക്കേട് കാണിക്കരുത്. ഫോർട്ട് കൊച്ചി ദൈവസഭയ്ക്കകത്ത് വന്നിരുന്ന് 21 ദിവസം ഉപവാസം ഇരുന്നിട്ട് പിന്നെയും ആത്മീകതയിൽ അനുസരണക്കേട് കാണിച്ചാൽ പാണി വേറെ വാങ്ങിച്ച് കെട്ടും. കാരണം കർത്താവ് അനുഭവിക്കാവുന്ന എല്ലാം അനുഭവിച്ചിട്ട് നമുക്ക് ഈ രക്ഷയുടെ സൗഭാഗ്യം നൽകി തന്നത്. അതുകൊണ്ട് തന്നെ ഇനി അനുസരണക്കേടില്ലാതെ, ശരീരത്തിൽ യാതൊരു തിന്മയുമില്ലാതെ അനുസരണത്തിന്റെ ഉന്നതിയിൽ നമുക്ക് എത്താൻ കഴിയണം. അനുസരണത്തിന്റെ തികവ് വേണമെന്ന് ആഗ്രഹിക്കും ഇന്ന് രാത്രി ആ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. കർത്താവേ, അവിടുന്ന് സകല ത്യാഗങ്ങൾ കൊണ്ട് എനിക്ക് നേടിത്തന്ന് ഈ വലിയ രക്ഷ. അപ്പൊ ഒന്നാമത്തെ തികവേദ പറഞ്ഞേ. ഒന്നാമത്തെ തികവേദ അനുസരണത്തിന്റെ തികവ്. രണ്ടാമത്തെ തികവ് വേഗം പറയാം, വിശുദ്ധിയുടെ തികവ്. എന്തിന്റെ തികവ്? വിശുദ്ധിയുടെ തികവ്. എവിടെ വായിച്ചേ? വിശുദ്ധിയുടെ തികവ് എന്നൊരു വാക്യം കണ്ടിട്ടുണ്ടോ? ഒരു എംബോസിഷൻ്റെ മണം അടിക്കുന്നുണ്ട്, പെട്ടെന്ന് പറഞ്ഞു. ഫോർട്ട് കൊച്ചി ദൈവസഭയിൽ ഈ വാക്യം ചോദിച്ചിട്ട് ആരും പറഞ്ഞില്ല എന്ന് ഞാൻ വേറെ എങ്ങും പോയി പറയാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചോണം. വെളിപ്പാടിലൊന്നുമില്ല. വിശുദ്ധിയുടെ തികവ്. വിശുദ്ധിയെ തികച്ചുകൊള്ളുക. വേട്ടമല ഫിലിപ്പോസ് ഉപദേശിയുടെ ഒരു പാട്ടുണ്ട്, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. അദ്ദേഹം ഈ വാക്യത്തിൽ നിന്ന് കടം കൊണ്ട വരിയാണത്. അറിയില്ല വാക്യം അല്ലേ? 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം 1-ാം വാക്യം. 2 കൊരിന്ത്യർ 7:1. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും പോക്കി ദൈവഭയത്തിൽ നമ്മെ തന്നെ വെടിപ്പാക്കി വിശുദ്ധിയെ തികച്ചുകൊള്ളുക. കണ്ടോ? ഒറ്റ വാക്യമേ ഉള്ളൂ. അങ്ങനെ വിശുദ്ധരാകണം. കൈകൾ വിശുദ്ധമാകണം, മനസ്സ് വിശുദ്ധമാകണം, ശരീരം വിശുദ്ധമാകണം, വീട് വിശുദ്ധമാകണം, ആലയം വിശുദ്ധമാകണം, വസ്ത്രം വിശുദ്ധമാകണം, എല്ലാറ്റിലും വിശുദ്ധരാകണം. അങ്ങനെ ഒത്തിരി വാക്യങ്ങളുണ്ട്. പക്ഷെ വിശുദ്ധിയെ തികച്ചുകൊള്ളുക എന്നൊരു ഒറ്റ വാക്യമേ ഉള്ളൂ. അത് 2 കൊരിന്ത്യർ 7:1. ഒരിക്കലും മറന്നു പോകരുത്. വിശുദ്ധിയെ നമ്മൾ എന്തോ ചെയ്യണം? ആ വാചകത്തെ, ആ വരി അങ്ങനെ അങ്ങോട്ട് എടുത്തുകൊണ്ട് വേട്ടമല ഫിലിപ്പോസ് ഉപദേശിച്ച് എഴുതിയ പാട്ടാണ് ഏത്? വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി. ഒന്ന് പാടണേ അത് അവസാനം. ഓക്കെ, പ്രൈസ് ദ ലോർഡ്. തികച്ച് നിൽക്കണം. ഏതിലാ? വിശുദ്ധിയെ തികയ്ക്കണം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് വിശുദ്ധിയെ തികയ്ക്കുക? വിശുദ്ധിയെ തികയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? മുമ്പേ നമ്മൾ പഠിച്ചു വന്ന ചിന്തയുടെ ബാക്കിയാണത്. ആത്മാവിൽ കന്മഷമില്ലാതിരിക്കണം, ജഡത്തിൽ യാതൊരു വിധത്തിലുള്ള ദോഷവുമില്ലാതിരിക്കണം, ദേഹിയിൽ ഒരു വിധത്തിലുള്ളതായിരിക്കുന്ന അശുദ്ധ വിചാരങ്ങളും ഉണ്ടാകരുത്. ഈ ത്രിതലങ്ങളുടെ സംശുദ്ധതയാണ് വിശുദ്ധിയുടെ തികവ്. എത്ര പേർക്ക് മനസ്സിലായി? ആത്മാവിൽ കന്മഷം, കൺവെൻഷനല്ല, കന്മഷം. പഴയ മലയാളമാണ് കന്മഷം എന്നുള്ളത്. കന്മഷം എന്നുള്ളതിൻ്റെ മലയാള പദത്തിൻ്റെ അർത്ഥം വ്യാകരണത്തിൽ നിങ്ങൾ തപ്പണം. എന്തോ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? കാലാനുസൃത രേഖ. ഓ, ഞെട്ടിപ്പോയി അത് പഠിച്ചപ്പം. കാലാനുസൃത രേഖ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഓരോ ദിവസത്തിനും അന്നന്നത്തെ ദോഷം മതി. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ പ്രഭാതത്തിൽ കിടക്ക വിട്ട് എഴുന്നേറ്റ് ജീവിതത്തിൻ്റെ തിരക്കിലേക്ക് ഇറങ്ങിയതിന് ശേഷം എന്തൊക്കെ സംസാരിച്ചു, അതിൽ വന്ന അപാകതകൾ, പ്രവൃത്തിയിൽ വന്ന അപാകതകൾ, നോട്ടത്തിൽ ചിന്തകളിലൊക്കെ വന്നിട്ടുള്ള അപാകതകൾ, ഓരോ ദിവസത്തിൻ്റെ കുറ്റം എഴുതി വെച്ചിട്ടുണ്ട്. കാലാനുസൃതമായി ആ രേഖയ്ക്കാണ് കന്മഷം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് എന്തൊക്കെ കന്മഷം ഉണ്ടാക്കിയിട്ടുണ്ട്, എന്തൊക്കെ ദോഷം ഉണ്ടാക്കിയിട്ടുണ്ട്, എന്തൊക്കെ പെറുപിറുത്തു, എന്തൊക്കെ അവിഹിതമായ വാക്കുകൾ ഉപയോഗിച്ചു, എന്തൊക്കെ അശുദ്ധ വിചാരങ്ങൾ നമ്മിലേക്ക് വന്നു, അതെല്ലാം ദൈവസന്നിധിയിൽ എന്തോ ഉണ്ട്? രേഖ. ആ കന്മഷം നമ്മുടെ ആത്മാവിനെ ബാധിക്കരുത്. ആത്മാവെന്നും സംശുദ്ധമായിരിക്കണം, ആത്മാവെന്നും നിർമ്മലമായിരിക്കണം.
ആത്മാവെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവല്ല, നമ്മുടെ അന്തരാത്മാവ്. ചിലരുടെ കലിപ്പ്, ചിലരുടെ വിരോധം, ചിലരുടെ വിദ്വേഷം എവിടെയും കൂടെ വ്യാപിക്കും, ആത്മാവിലും കൂടെ വ്യാപരിക്കും, അവരുടെ അന്തരാത്മാവിലും കൂടെ വ്യാപരിക്കും. അതുകൊണ്ട് ദാവീദ് പ്രാർത്ഥിക്കുന്നത്, എൻ്റെ അന്തരംഗത്തിലെ സത്യമല്ലോ ദൈവമേ നീ ചെയ്യുന്നത്. എനിക്കവരുടെ പിണക്കമില്ലെന്നുള്ള എൻ്റെ അന്തരംഗം അറിയാവുന്ന അങ്ങേക്കറിയാമല്ലോ. എനിക്കവരോട് വിദ്വേഷമില്ല, എനിക്കവരോട് പകയില്ലെന്നുള്ളത് എൻ്റെ അന്തരംഗത്തിൽ ഇല്ലെന്നുള്ളത് അങ്ങ് തിരിച്ചറിയണമേ. എൻ്റെ അന്തരംഗത്തിലെ സത്യം. അതിനാ അന്തരംഗത്തിന് വേറൊരു പദം കൊടുത്ത 51-ാം സംഗീതത്തിൽ ദാവീദ് പറയുന്നത്, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ. 51-ന്റെ 10-ാം വാക്യത്തിൽ നിർമ്മലമായ ഹൃദയം എന്ന് പറഞ്ഞാൽ രക്തചംക്രമണത്തിൻ്റെ ഹൃദയമല്ല, ജീവശാസ്ത്രത്തിൻ്റെ ഹൃദയമല്ല, ദൈവശാസ്ത്രത്തിൻ്റെ ഹൃദയം. ജീവശാസ്ത്രത്തിൻ്റെ ബയോളജിയിലെ ഹൃദയം എന്ന് പറയുന്നത് രക്തചംക്രമണത്തിൽ നെഞ്ചുകൂടിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന മാംസനിർമ്മിതമായൊരു ഉപകരണമാണ് ഹൃദയം, ജീവശാസ്ത്രപരമായി, ബയോളജിക്കലായിട്ട്. പക്ഷെ തിയോളജിയിൽ നമ്മൾ പഠിക്കുന്ന ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ അന്തരാത്മാവാണ്. അകത്ത മനുഷ്യനിൽ എന്ന് പറയും, അകത്ത് മുഴുവനും വ്യാപിച്ചു നിൽക്കുന്നൊരു മനുഷ്യൻ അത് നിർമ്മലമായിരിക്കണം, കന്മഷമില്ലാതിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിശുദ്ധിയിൽ എന്തോ ആകുള്ളൂ. പ്രൈസ് ആൻഡ് വർഷിപ്പിലൊക്കെ നമുക്ക് ഭയങ്കര വേല കാണിക്കാൻ പറ്റും, എല്ലാവരുടെ മുമ്പിൽ ആരാധിക്കാനൊക്കെ പറ്റും. പക്ഷെ മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് നമ്മൾ നിൽക്കുമ്പോഴും ഈ വിശുദ്ധി കാക്കാൻ പറ്റണം. താളവും മേളവും എല്ലാം കൂടെ അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് ഉയരുമ്പോൾ മാത്രമുള്ളൊരു പ്രകടനമല്ല. താളം കൊട്ടാൻ കൂട്ടത്തിൽ ആരും പാടാനില്ല, കൈയടിക്കാൻ ആരുമില്ലാതെ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോഴും ആത്മാവിൽ ആരാധിക്കണം, വിശുദ്ധിയോടെ നിൽക്കണം. മനസ്സിലായില്ലേ? അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു ആത്മീയതയാണ് ദൈവം ഇഷ്ടപ്പെടുന്ന ആത്മീയത. ഞാൻ പറയുന്ന 2 പദങ്ങൾ മറന്നു പോകരുത്. 1 ബഹളാത്മകത, 2 താളാത്മകത. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമ്മൾ ഈ ഉണർവെന്നൊക്കെ പറയുന്നത്. ഒരു ബഹളം ഉണ്ടാക്കാനും ആരുമില്ല, താളം ഉണ്ടാക്കാനും ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞാലും ആത്മാവിനെ എനിക്ക് ആരാധിക്കാൻ കഴിയുന്നെങ്കിൽ അതാണ് യഥാർത്ഥ ആത്മീയത. അങ്ങനെ ആരാധിക്കാൻ കഴിയണമെങ്കിൽ വിശുദ്ധിയുടെ തികവിലേക്ക് വന്നേ പറ്റുകയുള്ളൂ. വിശുദ്ധി പ്രാപിച്ചാൽ പോരാ, വിശുദ്ധിയുടെ തികവിലേക്ക്. വിശുദ്ധിയുടെ തികവിൻ്റെ ആളത്വം എന്തുവെന്നറിയാമോ? അതിനെക്കുറിച്ച് പഠിക്കണം. എബ്രായ ലേഖനം 12-ന്റെ 10-ാം വാക്യം നോക്കിക്കേ. കർത്താവിൻ്റെ വിശുദ്ധിയാണ് വിശുദ്ധിയുടെ തികവ്. റോൾ മോഡൽ അതാ. വിശുദ്ധിയുടെ തികവിൻ്റെ റോൾ മോഡൽ കർത്താവാണ്, വേറെ ആരുമില്ല. അങ്ങനെ നമുക്ക് കാണാൻ. ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അടുത്തത്, അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കാൻ. നാം അവന്റെ വിശുദ്ധി പ്രാപിക്കാൻ. ആരുടെ വിശുദ്ധി? പാപമില്ലാത്തവന്റെ വിശുദ്ധി, പാപം ചെയ്യാത്തവന്റെ വിശുദ്ധി, പാപം അറിയാത്തവന്റെ വിശുദ്ധി, നീതിമാനായവന്റെ വിശുദ്ധി. കണ്ടോ? അങ്ങനെയുള്ളവന്റെ, കുറ്റമില്ലാത്തവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന്. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തുവാന്ന് പറ? ഉപവാസപ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താന്ന് പറ? പല്ലുവേദന മാറുക എന്നുള്ളതല്ല, കൊടിഞ്ഞു മാറുക എന്നുള്ളതല്ല, മനസ്സിലായോ? കൂടെ കൂടെ ഉണ്ടാകുന്ന വയറ്റുവേദന മാറുക എന്നുള്ളതല്ല. നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താ? ഭക്ഷണപാനീയങ്ങളെ വെടിഞ്ഞ് തിരക്കുകൾ നല്ല ഒഴിവുള്ളവരായി ഈ ദിവസങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം, അടിസ്ഥാനപരമായ ഉദ്ദേശം, ഞാൻ ആദ്യം പറഞ്ഞ എല്ലാം മാറും. കടഭാരങ്ങൾ മാറും, നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടും. അതെല്ലാം ദൈവം ചെയ്യും. റീസ്റ്റോർ ചെയ്യുന്ന ദൈവമാണ് നമ്മുടേത്. പാഴി ശൂന്യമായതിനെ വാസയോഗ്യമാക്കുന്ന ദൈവമാണ് നമ്മുടേത്. ഞാനത് വിശ്വസിക്കുന്നു. പക്ഷേ അത് നാം ആഗ്രഹിക്കുന്നതിന് മുൻപ് ഒരു കാര്യം ആഗ്രഹിച്ചോണം, എൻ്റെ കർത്താവിൻ്റെ വിശുദ്ധിയിലേക്ക് എനിക്ക് വരണം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് അവൻ്റെ വിശുദ്ധി പ്രാപിക്കാൻ? കോടികളുടെ കടമുണ്ടായിട്ട് ജാകാൻ വേണ്ടി പ്ലെയിനിൽ കയറി നാട്ടിൽ വന്നൊരു പുള്ളിക്കാരൻ ഇപ്പോൾ പറയുന്നു ജാകുന്നില്ലെന്ന്. അത് കോടികളുടെ ആ പ്രശ്നം പരിഹരിച്ചുകൊണ്ടാണോ പറയുന്നത്? പ്രശ്നം ഇപ്പോഴും ബാക്കിയാ. ജാകുന്നില്ലെന്ന് തീരുമാനമെടുത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? കർത്താവിനെ അറിഞ്ഞതുകൊണ്ടാണ്, കർത്താവിനെ സ്പർശിച്ചതുകൊണ്ടാണ്, കർത്താവിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് കേട്ടതുകൊണ്ട്. കർത്താവ് ആരാണെന്ന തിരിച്ചറിവാണ്. ആ തിരിച്ചറിവിലേക്ക് വരുമ്പോൾ നമ്മുടെ പ്രതിസന്ധി നമുക്കൊരു ഭാരമല്ല, നമ്മുടെ സിംഹക്കുഴി നമുക്ക് ഭാരമല്ല, നമ്മുടെ തീച്ചോള നമുക്ക് ഭാരമല്ല. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ആ കാര്യം? ഹല്ലേലൂയ. പ്രശ്നത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണെന്ന് ചിന്തിക്കരുത്. ആ ബ്രദറിനെ കുറിച്ച് അദ്ദേഹം പാസ്റ്റർ പറഞ്ഞല്ലോ. ആരായാലും ഞാൻ പറയാം, പ്രശ്നത്തിൽ താങ്കൾ ഒറ്റയ്ക്കല്ല, ഈ പ്രതിസന്ധിയിൽ താങ്കൾ ഒറ്റയ്ക്കല്ല, തീച്ചുളയിൽ താങ്കൾ ഒറ്റയ്ക്കല്ല, സ്തോത്രം, സിംഹക്കുഴിയിൽ താങ്കൾ ഒറ്റയ്ക്കല്ല. ഒരു മാറ്റം വരുത്താൻ കഴിയുന്ന ഒരുവനുണ്ട്. നമ്മുടെ ആത്മീയ ദർശനം അല്പം കൂടെ തീക്ഷ്ണമാകണം, തീവ്രമാകണം. നമ്മൾ പാടുകയും പറയുകയും ചെയ്യുന്നത് തീച്ചുളയിൽ 4-ാമൻ എന്നും പറഞ്ഞ ആണോ? തീച്ചുളയിൽ 4-ാമൻ എന്ന് നമ്മൾ പറയാറുള്ളത്. പക്ഷേ തീച്ചുളയിൽ 4-ാമനല്ല, പിന്നെ കർത്താവ് ആരാ? ഒന്നാമനാണ്. തീച്ചുളയിൽ ആദ്യം കർത്താവ് ഇറങ്ങിയത് കൊണ്ടാണ് അതിൻ്റെ സ്ഥിതി മാറ്റിയത്.
അതുകൊണ്ടാണ് ആ തീ ശത്രുവിനെ നിഗ്രഹിക്കുവാനും കർത്താവിനുള്ളവരെ സംരക്ഷിക്കാനും കാരണമായി മാറിയത്. ആ തീക്ക് രണ്ടവസ്ഥയാണ്. ഒന്ന്, ശത്രുവിനെ എന്തോ ചെയ്യണം? നിഗ്രഹിക്കണം. മനസ്സിലായോ? അപ്പൊ തന്നെ കർത്താവിനുള്ളവരുടെ കേട്ട് കരിയിക്കണം. അപ്പൊ തന്നെ അവർക്ക് തീമണം ഉണ്ടാകരുത്. അങ്ങനെ ആ തീയെ ഒന്ന് സെറ്റ് ചെയ്യുവാൻ കർത്താവ് ആദ്യം അതിനകത്ത് എന്തോ ചെയ്തിട്ടുണ്ട്? ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നാലാമനല്ല, പിന്നെ ആരാണ്? അങ്ങനെയാണെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ നമ്മുടെ കർത്താവ് കൂടെയുണ്ട്. സിംഹത്തിന്റെ വായവൻ അടച്ചുകൊള്ളും. നമുക്ക് വിരോധമായി ഉയരുന്ന വായവൻ അടച്ചുകൊള്ളും. ഈ രാത്രിയിൽ ഞാൻ സേവിച്ച് നിൽക്കുന്ന ഉടയവൻ എൻ്റെ അരികിൽ വന്നു. ഹോ, ഹല്ലേലൂയ, സ്തോത്രം. കടവെല്ലാം കൂടെ വരുത്തി വെച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്നവനെ പോലെ മണ്ടൻ വേറെ ആരെങ്കിലും ഉണ്ടോ? ഈ കടവെല്ലാം കൂടെ പിന്നെ ആരുടെ തലയിലോട്ടാണ് വരുന്നേ? കുടുംബത്തിൽ ബാക്കിയുള്ളവരുടെ തലയിലോട്ടല്ലേ വരിക. അതുകൊണ്ട് കർത്താവിനെ അറിഞ്ഞാൽ കർത്താവ് കാര്യങ്ങളെ പരിഹരിക്കും. നമ്മുടെ കർത്താവിനെ കുറിച്ച് എനിക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു സംഗതി, സ്ഥിതി മാറ്റുന്ന ദൈവം, പാഴിശൂന്യമായ അവസ്ഥ മാറ്റുന്ന ദൈവമാണ്. ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് എന്തോ വരുത്തി? ഓൺലൈനിൽ ശ്രദ്ധിക്കുന്നവരൊക്കെ അറിയണേ, ഞെരുക്കത്തിലിരുന്നപ്പോൾ വിശാലത വരുത്തിയ ഒരു ദൈവത്തെക്കുറിച്ച്. അനുഭവത്തിലൂടെയാണ് ദാവീദ് പാടുന്നത്. അങ്ങനെ ഒരു ദൈവമാണ്. പക്ഷേ ഒരു കാര്യമാണ്, ആ ദൈവത്തിൻ്റെ മുമ്പാകെ വിശുദ്ധിയിൽ എന്തോ ഇതോണം. ഇനി സഭയോട് ശക്തമായ ഒരു തികവിൻ്റെ കാര്യം കൂടെ പറയാം. ഐക്യത്തിൻ്റെ തികവ്. എന്തിൻ്റെ തികവ്? ഐക്യത്തിൻ്റെ തികവ്. സ്തോത്രം. ഐക്യത എന്ന പ്രയോഗം തെറ്റാണെന്ന് മലയാള സാഹിത്യം പറയുക. ഐക്യം എന്ന് പറയണം. ഐക്യം, ഐക്യത എന്ന് പറയുന്ന താ ചേർക്കുന്നത് മലയാള ഭാഷയുടെ ശുദ്ധമല്ലാത്ത ഒരു പ്രയോഗമാണെന്ന്. ഐക്യമെന്ന് പറയണം. അതുകൊണ്ട് മലയാള ഭാഷയിൽ അത്ര വലിയ പ്രാവീണ്യമൊന്നുമില്ലെങ്കിലും ആത്മാവ് കൊടുത്ത വരിയിൽ ഐക്യമായി നിന്നു നാം വേല ചെയ്തിടുകിൽ ഇടിച്ചിടം പേയിൻ കോട്ട. ഒരമ്മച്ചി എഴുതിയ പാട്ടാ. ഏതമ്മച്ചി? ഫോട്ടോ കൊച്ചിയിൽ ആരുമില്ല, ഡെലിവറൻസ് ചർച്ചിൽ ആരുമില്ല. സ്തോത്രം. ചോദ്യം ചോദിച്ചാൽ മതി. നിങ്ങളുടെ അമ്മാവനും അത് കാണാനും കേൾക്കാനും എന്നാ സുഖമാണെന്നറിയാം. ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാത്തവരുടെ മുമ്പിൽ ഷൈൻ ചെയ്യുന്ന ഒരു സുഖമാണ്. സ്തോത്രം. ഐക്യമായി നിന്ന്, ഐക്യതയോടെ നിൽക്കണമെന്നല്ല പാട്ടിനകത്ത് അമ്മച്ചി പറയുന്നത്. ഐക്യമായി. പാസ്റ്റർ ലാസർ വി മാത്യുവിൻ്റെ മാതാവ് എഴുതിയ പാട്ടാണ് പോർക്കളത്തിൽ നാം പൊരുതുക ധീരരായി എന്നുള്ള പാട്ട്. അതിനകത്തും ഐക്യമായി നിൽക്കണമെന്ന്. അവർ ഐക്യത്തിൽ തികഞ്ഞവരാകണം. അപ്പം നമ്മൾ എന്തിൽ തികയണം? ഐക്യത്തിൽ. ദൈവമായിട്ടുള്ള ഐക്യം, കർത്താവുമായിട്ടുള്ള ഐക്യം, പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഐക്യം, വിശ്വാസികൾ തമ്മിലുള്ള ഐക്യം, ഭാര്യയ്ക്ക് ഭർത്താവിന് ഭാര്യയോട്, മാതാപിതാക്കൾക്ക് മക്കളോട്, മക്കൾക്ക് മാതാപിതാക്കളോട് ഒക്കെയുള്ള ഐക്യത്തിൽ നമ്മൾ എന്തോ ചെയ്യണം? തികഞ്ഞവരാകണം. വാക്യം വേഗം എഴുതിക്കോ. യോഹന്നാൻ 17:23 വാക്യം. യോഹന്നാന്റെ സുവിശേഷം 17:23 വാക്യം. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ. പരിശുദ്ധ തൃത്വം പോലെ ഐക്യമത്യമുള്ള വേറൊരു സംഗതി പറയില്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. മൂന്നാണ്, അപ്പോൾ തന്നെ ഒന്നാണ്, അപ്പോൾ തന്നെ മൂന്നാണ്. തമ്മിൽ അടിപിടി കലാശങ്ങളൊന്നുമില്ല, യാതൊരു കസേരകളിയുമില്ല. പിതാവായി പുത്രൻ, പുത്രനായി പരിശുദ്ധാത്മാവായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ആ തൃത്വ സമജ്ഞത, ആ സമ്മേളനം, ആ സമുന്നത നമ്മൾ തിരിച്ചറിയണം. സമുന്നയിക്ക അത് ഉദാഹരണമാക്കിക്കൊണ്ട് കർത്താവ് പറയുന്നു, നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവർ തമ്മിൽ എന്തോ ചെയ്യണം? ഒന്നായിരിക്കണം എന്നെടുത്തു പറയുകയാണ്. അടുത്ത് പറയുന്നു, അവർ ഐക്യത്തിൽ എന്തോ ചെയ്യണം? തികഞ്ഞവരാകണം. പ്രിയരെ, ഉപവാസം കൊണ്ട് സാധിച്ചെടുക്കേണ്ട മൂന്നാമത്തെ കാര്യം, ഒന്നാമത്തെ കാര്യം അനുസരണത്തിൽ എന്തോ ചെയ്യണം? തികയണം. രണ്ടാമത്തെ കാര്യം എന്തോ ചെയ്യണം? കർത്താവിൻ്റെ വിശുദ്ധി പ്രാപിച്ച് തികഞ്ഞവരായി മാറണം. 3, പരസ്പരമുള്ള ഐക്യം. ആർക്കും ആരോടും ഒരു കിറുകിറുപ്പും ഉണ്ടാകരുത്. എല്ലാം പൊറുക്കാൻ, സഹിക്കാൻ, വഹിക്കാൻ, താങ്ങാൻ, കരുതാൻ, കൂടെ നിൽക്കാൻ കഴിയണം. മറ്റുള്ളവർ ചിലർ നമുക്ക് ഭാരവയ്ക്കുമായിരിക്കും, അതിനെയും കൂടെ ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. ക്ഷമിക്കുന്നത് ക്രിസ്തു ക്ഷമിച്ചത് പോലെയാകണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഐക്യത്തിൽ തികഞ്ഞവരാകാൻ കഴിയും. ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? യാതൊരു വിധത്തിലും. സാത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ് കലഹമുണ്ടാക്കുക, ഭിന്നിപ്പുണ്ടാക്കുക, വൈരുദ്ധ്യത ഉണ്ടാക്കുക, അകറ്റി മാറ്റുക എന്നൊക്കെ ഉള്ളത്. ദാമ്പത്യ ജീവിതത്തിനകത്ത് പോലും തമ്മിൽ അകറ്റിക്കളയാൻ ശ്രമിക്കുന്ന പിശാചിനോട് പറ, നിന്റെ പണി അവസാനിപ്പിച്ചോ. ഞങ്ങൾ ഒന്നാകാൻ പോകുക, ഞങ്ങൾ മിണ്ടാൻ പോകുക, ഞങ്ങൾ കൂടാൻ പോകുക, ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ പോകുകയാണെന്നൊരു തീരുമാനമെടുത്ത് ഇന്ന് രാത്രി മടങ്ങിപ്പോകാവൂ. ഭിന്നതകൾ അവസാനിപ്പിക്കണം. യാതൊരു വിധത്തിലുള്ള പിണക്കങ്ങളും വെച്ചു പൊറപ്പിക്കാൻ പാടില്ല. പിശാചിനോട് പറ, ഞങ്ങൾ യോജിക്കാൻ പോകുക.
ഹല്ലേലൂയ. കമ്പ്യൂട്ടർ മേഖല മനസ്സും കൊണ്ട് ചിന്തിച്ച് നോക്കണം. ആരോട് അകന്നിരിക്കുന്ന, ആരോട് പിണങ്ങിയിരിക്കുന്ന, ആരോട് മിണ്ടാതിരിക്കുന്ന, വർഷങ്ങളായിട്ടൊരു ആ 10 നമ്പർ ഡയൽ ചെയ്യാതിരിക്കുന്ന, ആർക്കു വേണ്ടി, ആരെക്കുറിച്ചാണ്, ആരോടാണ് എന്നുള്ളതൊന്ന് ചിന്തിക്കണം. എന്നിട്ട് അതിന് പരിഹാരമുണ്ടാക്കാൻ കഴിയും. മക്കൾ, കുരിശിൽ 7 മൊഴികളുണ്ട്, അറിയാമോ? 7 മൊഴികൾ. ഒന്നാമത്തെ മൊഴി ഏതാണെന്നറിയാമോ? ഇവരോട്. സത്യത്തിൽ അതല്ല ഒന്നാമത് വരേണ്ടത്. എനിക്ക് ദാഹിക്കുന്നു, അത് പറയണം. കാരണം കഴിഞ്ഞ രാത്രി പിടിക്കപ്പെട്ടതിന് ശേഷം വെള്ളം കുടിച്ചിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒന്ന് വിശ്രമിക്കാൻ ഇരുന്നിട്ടില്ല, ആക്ഷേപങ്ങളുടെ കൂരമ്പുകൾ സഹിച്ച്, മുമ്പേ പറഞ്ഞതുപോലെ മുഷ്ടി ചുരുട്ടി കുത്തിയതും വടികൊണ്ട് തല്ലിയതും പുറമടിച്ച് പൊളിച്ചതും എല്ലാം അനുഭവിച്ച് രക്തം വാർന്നുപോയി. ഗത്സമനയിലെ വീഴ്ച, ഗബ്ബഥായിലെ തകർച്ച, ഗോൽഗോഥായിലെ തറക്കൽ പ്രക്രിയ, ഇതെല്ലാം അനുഭവിച്ചവൻ നമ്മൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ വെള്ളം വീണേന്ന് നിലവിളിച്ചേനെ. ആ വെള്ളം വേണമെന്നുള്ളത് 5ാമത്തെ മൊഴിയാക്കിയിട്ട് ആദ്യത്തെ മൊഴി പറയുന്നു, ഇവരോട് ക്ഷമിക്കണമേ. സ്വതന്ത്രം. തിരിച്ചൊരു വാദം നമുക്ക് കൊടുക്കാം. എങ്ങനെ ക്ഷമിക്കാൻ പറ്റും? അവർ ചെയ്ത ക്രൂരത അത്രയല്ലേ? കർത്താവ് എന്ന വക്കീലിൻ്റെ ഏറ്റവും മികച്ച വാദം, അത് വിട്ടുകള, അത് അവരുടെ അറിവില്ലായ്മ കൊണ്ട്, ഇവരറിയാതെ ചെയ്തതായതുകൊണ്ട്. ഒരു മികച്ച അഡ്വക്കറ്റാണ് കർത്താവ്. ദൈവത്തോട് വാദിക്കുക, അവരറിയാതെ ചെയ്തതായതുകൊണ്ട് അവരോട് എന്തോ ചെയ്യണമേ? ക്ഷമിക്കണമേ. എന്നെ ഞാനിതാ തന്നു, എന്നെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഈ ഒരു സഹനത്തിൻ്റെ ഐക്യമാതൃക നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ. അത് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? തീരുമാനമെടുത്ത് മടങ്ങാവൂ. ഞാൻ അകലെയായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവളെ ഞാൻ വിളിക്കാൻ പോവുക, എൻ്റെ പ്രിയപ്പെട്ടവനെ വിളിക്കാൻ പോവുക, എൻ്റെ ആങ്ങളെ വിളിക്കാൻ പോവുക, പെങ്ങളെ വിളിക്കാൻ പോവുക, 10 നമ്പർ ഞാൻ ഡയൽ ചെയ്യാൻ പോവുകയാണെന്ന് തീരുമാനമെടുത്തോണം. വാട്സപ്പിലെങ്കിലും സോറി എന്നൊരു വാചകം പറയണം. 9ാമത്തെ ദിവസം കഴിഞ്ഞ് 10ലേക്ക് പ്രവേശിക്കുക. ഇനിയും വെച്ചു പൊറപ്പിക്കരുത് പിണക്കങ്ങളൊന്നും. അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് വേണ്ടി ദൈവാത്മാവ് ഇടപെടുന്നു. ഏറ്റവും ശ്രേഷ്ഠമായി അതിനെ എടുത്തോണം. ഐക്യം പ്രാപിച്ചാൽ പോരാ, പിന്നെന്തോ വേണം? ഐക്യത്തിൽ തികഞ്ഞവരാകണം. 3 കാര്യങ്ങൾ പറഞ്ഞു. 4ാമതൊരെണ്ണം നമുക്ക് ചിന്തിക്കാം, അത് ശക്തിയിൽ തികഞ്ഞവരാകണം. എന്തിനാ? ദൈവശക്തിയിൽ തികഞ്ഞവരാകണം. ഉപവാസ പ്രാർത്ഥനയല്ലേ? ആ പോയിന്റ് കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയോ. ശക്തിയിൽ തികയണം. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? 1 കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ 12:9 വാക്യം. 2 കൊരിന്ത്യർ 12:9 നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്, എന്റെ ശക്തി ബലഹീനതയിൽ എന്തോ ചെയ്യുന്നു? തികഞ്ഞു വരുന്നു. തികവ് ഒത്തിരി ഉണ്ട് കേട്ടോ, ഇന്ന് ഒത്തിരി പറയാനുണ്ട് തികവ്. പക്ഷേ ഇതൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. തികഞ്ഞു വരുന്നു. എന്തോ വരണം? തികഞ്ഞ് ദൈവശക്തി. എത്ര പേര് വിട്ടുകൊടുക്കും ദൈവശക്തി തികഞ്ഞു വരേണ്ടതിന്? നമ്മൾ വ്യാപരിക്കുന്ന ദൈവശക്തി, ദ മൈറ്റി പവർ, ദ എക്സീഡിങ് ഗ്രേറ്റ് പവർ, ദ എക്സലൻസി പവർ. കണ്ടോ? മരിച്ച് അടക്കപ്പെട്ട് അങ്ങനെ അടച്ചു വെച്ചതിനെ തുറന്ന് പുറത്തു കൊണ്ടുവന്ന ദൈവശക്തി, അത് നമ്മിൽ തികഞ്ഞു വരണം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ എഫെസ്യ ലേഖനം 1:19, 1:20. 1:19 പറയുന്ന ആളവറ്റ വലിപ്പമായ ശക്തി. അതിന് ഇംഗ്ലീഷ് പറയുന്നത് ദ exceeding great power എന്നാ പറഞ്ഞിരിക്കുന്നത്. 20ാം വാക്യം ആ ശക്തിയുടെ ഡെമോൺസ്ട്രേഷൻ പറയുകയാണ്. എഫെസ്യർ 1:20 നമ്മൾ വ്യാപരിപ്പിക്കുന്ന ശക്തിയുടെ ഡെമോൺസ്ട്രേഷൻ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്തോ ചെയ്തു? ഉയർപ്പിച്ചു. അത് സാധാരണ കാര്യമല്ല. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് ആ റൂമാലും ശീലകൾ കൊണ്ട് വൈദ്യവിധി പ്രകാരം 100 റാത്തൽ തൂക്കമുള്ള അഖില് 100 മറ്റു തര വൈദ്യവിധി പ്രകാരമുള്ള സംഗതികളെല്ലാം ഇട്ട് ഒരു ഉറ ഉണ്ടാക്കി അതിനകത്താണ് ഇതിനെ യേശുവിൻ്റെ ശരീരത്തെ വെച്ചിരിക്കുന്നത്. അറിയാമോ? അതിനെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുമ്പോൾ നമ്മൾ അന്തം വിട്ടുപോകും. കാരണം റൂമാലും ശീലകളും ആദ്യമായി ശരീരത്തെ നന്നായി തുടച്ചിട്ട് അതിനെ റൂമാല് കൊണ്ട് പൊതിയും, കണ്ടില്ലേ? എന്നിട്ട് അതിൻ്റെ മീതെയാണ് ഈ ലിക്വിഡ് ഇടുന്നത്. ഏതാ 100 റാത്തൽ തൂക്കമുള്ള അഖിലും 100 എന്ന് പറയുന്ന 2 സംഗതി. അതിൻ്റെ കൂട്ടത്തിൽ വൈദ്യവിധി പ്രകാരം കുറെ ചൂർണങ്ങളൊക്കെ ഉണ്ട്, ചില തൈലങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം കൂടി ഇട്ടിളക്കിയ ഒരു മിശ്രിതമാണ്. അത് ഈ മൃതശരീരത്തിൻ്റെ മീതെ പൊതിഞ്ഞിരിക്കുന്ന ഈ ലിനൻ തുണിയുടെ മീതെ അങ്ങോട്ട് അപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും ആ തുണി ചുറ്റും, വീണ്ടും ഇതങ്ങോട്ട് 100 റാത്തലുണ്ട്. 100 റാത്തൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ അളവനുസരിച്ച് 36 കിലോയാണ്. അത് മൊത്തം ഇങ്ങനെ പല ലെയറുകളായിട്ട് അങ്ങോട്ട് ചുറ്റിയാലുണ്ടല്ലോ, സിമെന്റ്, മണല്, മെറ്റല്, വെള്ളം, ഇതെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോഴത്തേക്ക് എന്തോ ഇത് സെറ്റ്
സെറ്റായി മാറും. അങ്ങനെ സെറ്റായി പോകും. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഈ കോൺക്രീറ്റിനെ വെട്ടിപ്പൊളിച്ചെടുക്കാം നമുക്ക്. പക്ഷേ ഈ സാധനമുണ്ടല്ലോ, ഇങ്ങനെ അങ്ങോട്ട് ചെയ്തു വെച്ച വൈദ്യവിധി പ്രകാരം, യഹൂദ മര്യാദ പ്രകാരം അടക്കം ചെയ്ത് ഈ മൃതശരീരത്തെ ഈ ഉറക്കകത്തൊന്നും പൊട്ടിച്ചെടുക്കാൻ പറ്റത്തില്ല. അറുത്താൽ അറക്കത്തില്ല, ഇത് തീയിട്ട കത്തത്തില്ല. അതേപോലെ ദൃഢതരമായി മാറും ഈ മൃതശരീരം, അതിനകത്ത് സേഫായി മാറും. മനസ്സിലായോ? അങ്ങനെ ഒരു സംവിധാനമുണ്ട്. എന്നിട്ട് ഇത് അകത്തെ കല്ലറ കൊണ്ട് വെച്ചിട്ട് വലിയൊരു കല്ലും കൂടെ ഉരുട്ടി വെച്ചിട്ട് നെഞ്ചുറപ്പുള്ള ചെറുപ്പക്കാർ ഊരിപ്പിടിച്ച വാളും നീട്ടിപ്പിടിച്ച കുന്തവുമായി നിൽക്കുക. ആർക്കും അടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു കാരണവശാലും പുറത്തു വരരുതെന്ന് പറഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കുന്ന കല്ലറയ്ക്കകത്തേക്ക് ശക്തി വ്യാപരിച്ചപ്പോൾ എന്റെ കർത്താവ് പുറത്തു വന്നെന്ന്. ആ ശക്തിയാണ് നമ്മിൽ വ്യാപരിപ്പിച്ചിരിക്കുന്നത്. ആ ശക്തിയുടെ തികവാണ്. ഒന്നുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ആരാധിക്കാം. കേട്ടെ, ഈ ശക്തി ഉണ്ടല്ലോ, കല്ല് ഉരുട്ടി മാറ്റിയത് യേശുവിന് പുറത്തു വരാനല്ല. യേശുവിന് പുറത്തു വരാനല്ല. യേശു ഇവിടെ ഇല്ലെന്നുള്ളത് തിരിച്ചറിയാൻ ഇവർക്ക് അകത്ത് കയറാൻ വേണ്ടിയാണ് കല്ലുരുട്ടി മാറ്റിയത്. യേശുവിന് പുറത്ത് വരാനല്ല. യേശുവിന് പുറത്ത് വരാനല്ലെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കുക. യേശു വന്ന് കോളിംഗ് ബെല്ലടിച്ചെന്നല്ല, മുട്ടിയെന്നല്ല, പത്രോസെ എന്ന് വിളിച്ചെന്നല്ല. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? അവനകത്ത് അവരുടെ നടുവിൽ. അങ്ങനെ യേശുവിന് ചെല്ലാൻ പറ്റിയെങ്കിൽ കല്ല് തുറന്ന് പുറത്തു വരാൻ കർത്താവിന് പറ്റും. കല്ല് അടഞ്ഞിരുന്നാൽ പുറത്തു വരാൻ പറ്റും. നമ്മെ അടച്ചു വെച്ചിരിക്കുന്നതിനകത്തൊന്ന് പുറത്തു കൊണ്ടുവരുന്ന ഒരു ശക്തിയുണ്ട്. അതിൽ നാം തികഞ്ഞു വന്നേ പറ്റൂ. ഓ ഹല്ലേലൂയ. ബുക്കും പുസ്തകമൊക്കെ അവിടെ വെച്ചിട്ടൊന്ന് ചാടി എഴുന്നേറ്റ്, ബുക്കും പുസ്തകമൊക്കെ കസേര വെച്ചിട്ട് ചാടി എഴുന്നേക്ക്, ബായിയൊക്കെ അവിടെ വെച്ചിട്ട് ചാടി എഴുന്നേക്ക്. എഴുന്നേപ്പിക്കുന്നത് പോകാനുള്ള സൗകര്യത്തിനല്ല, ആരാധിക്കാനുള്ള സൗകര്യത്തിന്. കർത്താവിന്റെ ദാസൻ മുൻപോട്ട് വരും. നാം അനുഗ്രഹീതമായൊരു പാട്ട് പാടി കർത്താവിനെ ആരാധിക്കും. പക്ഷെ അതിനു മുമ്പ് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച്, നമ്മെ അടച്ചു വെച്ചിരിക്കുന്ന ചില മേഖലയുണ്ട് കേട്ടോ. നമ്മുടെ സാമ്പത്തികം അടച്ചു വെച്ച് വ്യാപരിക്കുന്ന ചില പോരുകളുണ്ട്. കല്ലുരുട്ടി വെച്ച് നിന്റെ നന്മയെ തടയുന്ന ചില വ്യാപാരങ്ങളുണ്ട്. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാവിയെ തടയുന്ന ചില വല്ലാത്ത വ്യാപാരങ്ങളുണ്ട്. ആത്മീയമായി മുന്നേറാൻ കഴിയാത്ത വിധം നിന്റെ ദർശനത്തിൻ്റെ വാതിൽ അടച്ചു വെക്കുന്ന ചില വ്യാപാരമുണ്ട്. പക്ഷെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് തൻ്റെ പുത്രനെ ഉയർപ്പിക്കേണ്ടതിന് വ്യാപരിച്ച ദ എക്സീഡിങ് ഗ്രേറ്റ് പവർ ഇന്ന് രാത്രി നമ്മുടെ മധ്യേ വ്യാപരിപ്പിക്കുന്നു. അത് പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാ. ആ ശക്തിയുടെ വല്ലഭത്വത്താൽ നമ്മൾ തികയണം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ആ ശക്തി എൻ്റെ മേലൊന്ന് വരണമേ കർത്താവേ, വിശുദ്ധിയുടെ തികവ് എൻ്റെ മേലൊന്ന് തരണമേ, അനുസരണത്തിൻ്റെ തികവിൻ്റെ ആത്മാവ് എനിക്കൊന്ന് തരണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരെ കരമടിച്ച് കർത്താവ് ആരാധിച്ച് സ്തുതിച്ച് തുടങ്ങിക്കോ. പാട്ട് പിന്നാലെ വരും. നിങ്ങൾ കൂടി ചേർന്നാൽ മതിയാകും. ഒരുമിച്ച് അല്പസമയം ഒരുമിച്ച് ആരാധിക്കേ, ശക്തിയോടെ എല്ലാം മറന്ന് കർത്താവിനെ ഒന്ന് സ്തുതിക്കേ. ഈ രാത്രിയിൽ ആ ശക്തിയുടെ വല്ലഭത്വം നമ്മിൽ നിറയട്ടെ. ഈ രാത്രിയിലെ വല്ലഭത്വമാർന്ന ശക്തി നമ്മെ നിറച്ചിട്ട് നമ്മെ അടച്ചു വെച്ചിരിക്കുന്നതിനകത്തൊന്ന് പുറത്തു കൊണ്ടുവരട്ടെ.